بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من كان يريد حرث الآخرة نزد له في حرثه، ومن كان يريد حرث الدنيا نؤته منها وما له في الآخرة من نصيب. أم لهم شركاء شرعوا لهم من الدين ما لم يأذن به الله، ولولا كلمة الفصل لقضي بينهم وإن الظالمين لهم عذاب أليم. ترى الظالمين مشفقين مما كسبوا وهو واقع بهم، والذين آمنوا وعملوا الصالحات في روضات الجنات لهم ما يشاءون عند ربهم، ذلك هو الفضل الكبير. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. من جعل الهم هما واحدا كفاه الله هم دنياه، ومن تشعبته الهموم لم يبال الله في أي أودية الدنيا هلك. صدق شفيعنا رسول الله صلى الله عليه وسلم. ألا إنما الدنيا كأحلام نائم، وما خير عيش لا يكون بدائم. تأمل إذا ما نلت بالأمس لذة فأفنيتها هل أنت إلا كحالمي. فكم غافل عنه وليس بغافل، وكم نائم عنه وليس بنائم. صلاة وتسليم وزكاة تحيتي على المصطفى المختار خير البرية. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന, മറ്റു ജീവികൾക്ക് നൽകുന്ന അവന്റെ ലുത്ഫ്, അല്ലാഹു ലത്തീഫാണ്, കൂടുതൽ കാരുണ്യവും അനുഗ്രഹവും ചെയ്യുന്നവനാണ് എന്ന വിശദീകരണത്തോടെയാണ് ഇന്നലെ നാം അവസാനിപ്പിച്ചത്. അല്ലാഹു ലത്തീഫും ബിഇബാദിഹി യർസുഖു മൻ യശാ. ലത്തീഫായ റബ്ബിനെ കൂടുതൽ അവന്റെ ലുത്ഫ് ലഭിക്കാൻ
അല്ലാഹുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും നന്മകളിൽ മുന്നോട്ട് ഗമിക്കുകയും തിന്മകളിൽ നിന്ന് പൂർണ്ണമായും രാജിയാവുകയും ചെയ്യണം. അത് വിശദീകരിച്ചുകൊണ്ട് തൊട്ടടുത്ത ആയത്തിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം എന്താവണം എന്നാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. ഭൗതിക ലോകത്ത് ജീവിക്കുന്ന നാം ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഭൗതികതയുടെ അതിപ്രസരവും ആവോളം അതിനെ ആവാഹിക്കലും സമ്പാദിക്കലും സുഖിക്കലുമാണെങ്കിൽ അള്ളാഹു നമുക്കും ലുത്ഫ് ചെയ്യും. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ലഭിക്കില്ല. അതേസമയം പാരത്രിക മോക്ഷവും അവിടേക്കുള്ള സമ്പാദ്യവും അതാണ് ഉദ്ദേശമാക്കുന്നതെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത അത്രയും വർധനവ് അല്ലാഹു തആല നൽകും. മൻ കാന യുരീദു ഹർസൽ ആഖിറ, പരലോക കൃഷി ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ ഹർഫ് കൃഷി എന്ന് പറയുന്ന ആ ഒരൊറ്റ ലഫ്ലിനെ ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ടുണ്ട്. എന്തേ അല്ലാഹു തആല ഇവിടെ കൃഷി എന്ന് പറയാനുള്ള കാരണം, കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ വളരെ കൂടുതൽ ശ്രദ്ധിച്ചെങ്കിലേ അവൻ നട്ടുപിടിപ്പിക്കുന്ന കൃഷിയിൽ സന്തോഷമുണ്ടാവുകയുള്ളൂ. ഇതുപോലെ ഈ അധ്വാനത്തിൽ നമുക്ക് ഇരുലോകത്തും സന്തോഷിക്കാനുള്ള വകുപ്പ് വേണമെങ്കിൽ കൃഷി ചെയ്യുന്ന ആള് ഒരു ചെറിയ വിത്ത് കൊണ്ടുപോയിട്ടാൽ രാവിലെയും വൈകുന്നേരമോ വെള്ളം നനയ്ക്കേണ്ട ഭൂമിയാണെങ്കിൽ നനച്ച് അയാൾ സൂക്ഷിച്ച് നോക്കും വിത്ത് മുളച്ചിട്ടുണ്ടോ. വിത്ത് മുളച്ചിങ്ങനെ വരുന്നു, അതിന് ക്ഷീണമൊന്നുമില്ല, നല്ല രൂപത്തിൽ വളർന്നു വരുന്നു. അപ്പോഴേക്ക് ഈ വെള്ളത്തിന്റെ നനവും ചേർത്ത് കൊടുക്കുന്ന ജൈവവളത്തിന്റെ വളവും വലിച്ചെടുക്കുന്ന ഒന്ന് രണ്ട് വസ്തുക്കൾ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ പതുക്കെ തലപൊക്കി പൊന്തുകയാണ്. അപ്പോൾ അതിനെ നുള്ളിയിടും. കാരണം നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ കുഴിയിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ വളരൽ അല്ല. നാം നട്ടുപിടിപ്പിച്ച ഒരു വിത്തുണ്ട്, അതിലേക്കൊഴുകുന്ന വെള്ളം മറ്റു പലരും ഷെയർ ചെയ്തെടുത്താൽ ഉദ്ദേശിക്കുന്ന ഫലം ഈ കൃഷിയിൽ ലഭിക്കില്ല. അപ്പൊ അത് സൂക്ഷിക്കും. അങ്ങനെ പിന്നെ 6 മാസം കഴിഞ്ഞാൽ, ഒരു വർഷം കഴിഞ്ഞാൽ, എപ്പോഴാണോ വിളവെടുപ്പ് ഉദ്ദേശിക്കുന്നത് അതുവരെ സശ്രദ്ധം വീക്ഷിക്കുകയും ഇലകൾക്ക് കേടുവരുമ്പോ അതിനുള്ള പ്രതിവിധി ചെയ്യും. അതിന് മെലിച്ചിൽ സംഭവിക്കുമ്പോൾ ഇത്ര മെലിഞ്ഞു പോയാൽ കായ്ക്കനികൾക്ക് നഷ്ടം സംഭവിക്കും, വളർച്ച മുരടിക്കും. അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യും. ഇതുപോലെ നമ്മുടെ ജീവിതവും നമ്മുടെ അമലുകളും അരിച്ച് പെറുക്കി നന്നാക്കി നല്ല ഭദ്രമാക്കി മുതലാകുന്ന കായ്കനികളാക്കി ആഖിറത്തിലേക്ക് ഒരു ലോഡാക്കി കൊണ്ടുപോകണം. അങ്ങനെ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നസിദ് ലഹു ഫീ ഹർഥി, അവന്റെ കൃഷിയിൽ നാം അവന് വർധനവ് നൽകും. വമൻ കാന യുരീദു ഹർഥദ് ദുനിയാ, അല്ലാഹുവിന്റെ റഹ്മത്ത് നോക്ക്. ഈ ഭൗതിക ലോകത്തുള്ള കൃഷിയാണ് ഉദ്ദേശിക്കുന്നത്, ആഖിറത്തിന്റെ കൃഷി ലക്ഷ്യമല്ല എങ്കിൽ കൊടുക്കൂല എന്നല്ല അല്ലാഹു പറഞ്ഞത്. നുഅ്തിഹി മിൻഹാ, നേരത്തെ പറഞ്ഞത് ഈ പറഞ്ഞത് മാറ്റണ്ടേ. ആദ്യം പറഞ്ഞത് നസിദ് ലഹു ഫീ ഹർഥിഹി, വർധനവ് കൊടുക്കുന്നതാണ്. ലക്ഷ്യം ആഖിറമാണെങ്കിൽ വർധനവ് കൊടുക്കും.
ലക്ഷ്യം ദുനിയാവിന്റെ കൃഷിയാണെങ്കിൽ നുഅ്തിഹി മിൻഹാ, അതിൽ നിന്നൊരു ശകലം നമ്മൾ കൊടുക്കും. നമ്മൾ കണക്കൂട്ടുന്ന അത്ര കിട്ടൂല, ആർക്കും കിട്ടൂല. കിട്ടിയാളെന്ന് ചോദിച്ചു നിങ്ങൾ. എന്നിട്ട് ആളുകൾ പറയല്ലോ ഉസ്താദേ ദ്വാരക്കണം, കഴിഞ്ഞ വർഷം കിട്ടിയ പോലൊക്കെയും കിട്ടിയില്ല. കിട്ടൂല, അടുത്തൊല്ലെങ്കിൽ കിട്ടാൻ മനസ്സമാധാനത്തിന് നമ്മൾ അള്ള വർക്കത്ത് കിട്ടിയെന്ന് പറയും. ആരെയും വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ. അള്ളാഹുത്താല ഒന്നും കണക്കാക്കിയിട്ടില്ല. കഴിഞ്ഞ വർഷം പ്ലാനുകളൊക്കെ എന്തെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ പല പ്ലാനുകളും ഇപ്പോൾ അസ്തമയത്തിലേക്ക് നീങ്ങുന്നു, ചിലത് ഉദയത്തിലേക്ക് പോകുന്നു. തുടക്കം, സ്റ്റാർട്ടിങ്. കൃഷിക്കാരങ്ങനല്ല. ചിലപ്പോ ഒരു വർഷം നല്ല ലാഭം കിട്ടി, അപ്പൊ പിറ്റത്തെ വർഷം ആ കൃഷിയിൽ ആളുകൾ കൂടി വന്നു, വസ്തുക്കൾ ഏറെ വന്നു, വില കുറഞ്ഞു. അപ്പൊ കുറച്ച് ഒരു 1-2 മാസം മുമ്പ് അടക്ക പാട്ടത്തിൽ എടുക്കാത്തതുകൊണ്ട് കുറെ ആൾക്കാർക്ക് ബേജാറ്. അടക്കൊക്കെ ഒന്നങ്ങോട്ട് കൂടിയപ്പോ തേങ്ങക്കും വെളിച്ചെണ്ണക്കും വില കൂടുമ്പോ തെങ്ങ് മുറിച്ചു മാറ്റി ആളുകളൊക്കെ ഒന്നിങ്ങനെ നെഞ്ഞത്തൊയ്യും. അടച്ചാനെ 150 തെങ്ങാണ് മുറിച്ചു മാറ്റി റബ്ബർ നട്ടത്. ആ തെങ്ങ് എന്നുണ്ടെങ്കിൽ ജീവിക്കാനുള്ള മാർഗം എത്ര എളുപ്പമായിരുന്നു. പക്ഷെ നൂത്തിഹി മിൻഹ, നമ്മൾ അവന് കൊടുക്കും. മിൻഹ, ആ ദുനിയാവിൽ നിന്ന് ശകലം. മിൻഹ എന്ന് അള്ളാഹു പറഞ്ഞു, കൊടുക്കുന്നു മാത്രമാക്കി പറഞ്ഞില്ല. നൂത്തിഹി മിൻഹ, ബഅല് ചിലത് എന്ന് സൂചിപ്പിക്കുന്നതാ മിൻഹ. പക്ഷെ ദുനിയാവ് മാത്ര ലക്ഷ്യമെങ്കിൽ ദുനിയാവിൽ തരും. പരലോകത്ത് അവന് ഒരു വിഹിതവും ഉണ്ടാകില്ല. അപ്പോൾ പിന്നെ അത് മുഅ്മിനായ മനുഷ്യനെ പറ്റിയാണോ അല്ലേ? ഈ രണ്ടാമത്തെ പാർട്ട്. പരലോകത്ത് ദുനിയാവിൽ അവന് കൊടുക്കും. എത്ര കോടിപതികൾക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ടെങ്കിലും ശകലമാണതൊക്കെ, ഫുള്ളല്ല. ഫുള്ള് ഇവിടെ കൊടുത്തിട്ടില്ല. ഫുള്ള് വേണമെങ്കിൽ സ്വീകരിക്കാൻ അള്ളാഹു ഒളിവാക്കി കൊടുത്തു. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ ഇത് വേണ്ടാന്നും പറഞ്ഞു. അതേ സമയത്ത് ദുനിയാവിൽ കൊടുക്കുന്നതൊക്കെ ചിലതാണ്, ബഅദ് മാത്രമാണ്. ദുനിയാവ് മാത്രമാണ് ലക്ഷ്യമെങ്കിൽ വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്, അവന് പരലോകത്തൊരു വിഹിതവും ഇല്ല, ഒരു വിഹിതവും ഇല്ല. ദുനിയാവിലെ കിട്ടിയത് മാത്രമുണ്ടാകും. ദുനിയാവിന്റെ കൃഷി ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മതാഉഹാ വതയ്യിബാതുഹാ, ദുനിയാവിലെ സുഖം, ദുനിയാവിലെ സമൃദ്ധി, ദുനിയാവിലെ സന്തോഷങ്ങൾ, അത് മാത്രമാണ് ലക്ഷ്യം. അത് പ്രവർത്തനം കൊണ്ട് തിരിച്ചറിയും, കഠിനാധ്വാനം കൊണ്ടും നിയ്യത്ത് കൊണ്ടും തിരിച്ചറിയാൻ പറ്റും. ടെൻഷൻ കൊണ്ട്, നല്ല പ്രവർത്തികളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുന്നത് കൊണ്ട് തിരിച്ചറിയാൻ പറ്റും. ഒരുപക്ഷെ അല്ലാഹു തആല ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ മുഅ്മിനായ മനുഷ്യനെ ഒന്ന് അല്പം കൊടുത്തു നോക്കിയപ്പോൾ ശുക്ർ ചെയ്യുന്നതിന് പകരം നേരെ പിറകോട്ടടിച്ചു. അക്കിട്ടിയ ദുനിയാവിന്റെ പിന്നാലെ നിന്ന് ആഖിറം മറന്നു. പിന്നെ അവന്റെ മനസ്സിലും അവന്റെ ചിന്തയിലും മറ്റു ആഖിറത്തിലേക്കുള്ള സമ്പാദ്യങ്ങളൊക്കെ മാറി. ദുനിയാവിന്റെ ഒരു ചിന്ത മാത്രമായി. നമ്മൾ കരുതിയതുപോലെ ദുനിയാവ് നാം അവർക്ക് കൊടുക്കും. ദുനിയാവിന്റെ ചിന്ത മാത്രമായാൽ വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്. കാരണം ഇത് കാനത് ഹിമ്മതുഹു മഖ്സൂറതൻ അല ദുനിയ, അവന്റെ ഉദ്ദേശം, ലക്ഷ്യം, കരുത്ത് എപ്പോഴും ദുനിയാവിൽ ഒതുങ്ങി നിന്നുപോയി. ആ ദുനിയാവിന് വേണ്ടി അവൻ കറങ്ങിയിട്ട് ആഖിറത്തിലേക്കുള്ള കൃഷി മറന്നു. ദുനിയാവിന്റെ കൃഷി എന്താണ്, ആഖിറത്തിന്റെ കൃഷി എന്താണ്, വേറെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഓതിയ ആയത്തുകളൊന്ന് അർത്ഥം വെച്ച് ഇൻഷാ അല്ലാഹ് വിശദീകരണത്തിലേക്ക് വരും. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നു, അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദം ബിഹില്ലാഹ്. അം ലഹും ശുറകാഉ, അല്ല അവർക്ക് പങ്കുകാരുണ്ടോ, ശറഉ ലഹും അവർക്ക് നിയമമുണ്ടാക്കി കൊടുക്കുന്ന,
മിനദ്ദീനി ദീനിൽപ്പെട്ടതായി നിയമമുണ്ടാക്കി കൊടുക്കുന്ന. എന്താണ് ദീനിൽ നിയമമുണ്ടാക്കുന്നത്? മാലം യഅ്ദം ബിഹില്ലാഹ്, അല്ലാഹു അനുവാദം നൽകിയിട്ടില്ലാത്തത്, അല്ലാഹു അനുവദിക്കാത്തത് നിയമമാക്കി കൊടുക്കാൻ അള്ളാഹുവിനോടുകൂടെ അവർക്ക് പങ്കുകാരുണ്ടോ? അതിൽ പ്രധാനമായും ദീനിൽ പെടാത്തതാണ് ശിർക്ക്, പുനർജീവിത നിഷേധം, ദുനിയാവിന് വേണ്ടി മാത്രമുള്ള ജീവിതം. ദുനിയാവിന്റെ ഇജ്ജത്ത് കഴിഞ്ഞിട്ട് ആഖിറത്തിലേക്ക് മരിച്ചതിന്റെ ശേഷമുള്ളതല്ലേ, അത് കുറെ കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. ഇപ്പൊ ഈ ദുനിയാവിലാണ് ജീവിക്കുന്നത്, ഇപ്പൊ ഇതങ്ങോട്ട് റെഡി ആകട്ടെ. അങ്ങനെ ഒരു പറച്ചിലുണ്ടല്ലോ. അതൊക്കെ ആഖിറത്തിന് മനസ്സിനെ മടുപ്പ് കൊണ്ടും പിന്തിരിപ്പ് കൊണ്ടും വരുന്നൊരു സ്വഭാവമാണ്. അങ്ങനെ ജീവിക്കുന്ന ആളുകൾ വലൗലാ കലിമത്തുൽ ഫസ്ലി ലഖുദിയ ബൈനഹും, വലൗലാ കലിമത്തുൽ ഫസ്ൽ, നേരത്തെയുള്ള ഒരു തീരുമാനം ഇല്ലായിരുന്നുവെങ്കിൽ ഇവർക്കുള്ള പ്രതികാരം പിന്തിച്ചു വെക്കാം. ഇപ്പോൾ കൊടുക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ നേരത്തെയുള്ള ഖള അങ്ങനെയാണ്, ദുനിയാവിൽ അങ്ങനെ പൊയ്ക്കോട്ടെ. അങ്ങനെ ഒരു തീരുമാനം ഇല്ലായിരുന്നുവെങ്കിൽ ലഖുദിയ ബൈനഹും, അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുമായിരുന്നു. വഇന്നദ്ദാലിമീന ലഹും അദാബുൻ അലീം, ദുനിയാവിലെ ജീവിതത്തിൽ അക്രമകാരികളായി മാറിയ ആളുകൾ, അവർക്ക് വേദനിപ്പിക്കുന്ന ശിക്ഷയുണ്ട്. വേദനിപ്പിക്കുന്ന ശിക്ഷ അവർ അനുഭവിക്കാനും പോകുന്നുണ്ട്. തറദ്ദാലിമീന മുഷ്ഫിഖീന മിമ്മാ കസബൂ, ഇവിടെ അക്രമം ചെയ്ത ആളുകൾ അന്തസ്സോടെ നടക്കുന്നത് കാണും, ഒരുപക്ഷെ അഭിമാനത്തോടെ ജീവിക്കുന്നത് കാണും. തറദ്ദാലിമീന, അക്രമികളെ കാണാം, ഖിയാമത്ത് നാളിൽ മുഷ്ഫിഖീന, പേടിക്കുന്നവരായി, മിമ്മാ കസബൂ, ചെയ്തു കൂട്ടിയതിനെ പറ്റി പേടിക്കുന്നതായി. ദുനിയാവിൽ ചെയ്തു വെച്ച വിഷയങ്ങളെ തൊട്ട് ആ വിഷയങ്ങളിൽ ചിന്തിച്ച് ഭയവിഹ്വലരായി നടക്കുന്നത് കാണും. വഹുവ വാഖിഉം ബിഹിം, അവരാ പേടിക്കുന്ന കാര്യം അവരിൽ വന്നു വീഴും. അവരാ പേടിക്കുന്നത് തീർത്തും അവരിൽ വരും, അവരത് അനുഭവിക്കേണ്ടി വരും. പക്ഷെ എന്നാലും അവരെ മുഖം കാണുമ്പോ വല്ലാത്ത പേടിയാണ്. ദുനിയാവിൽ നല്ല നിലക്ക് കൃഷി ഉണ്ടാക്കി ജീവിച്ച ആളുകൾ, ആഖിറത്തിലേക്കുള്ള സമ്പാദ്യം ചെയ്തവർ, വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ഫീ റൗളാത്തിൽ ജന്നാത്ത്, വിശ്വാസവും കർമ്മവും സുഹൃതങ്ങളുമായി ജീവിച്ച ആളുകൾ അവർ സ്വർഗത്തിലെ തോപ്പുകളിലാണ്. റൗളാത്തുൽ ജന്നാത്ത്, വിവിധ തരം തോപ്പുകളിൽ സദാസമയവും അവർ സന്തോഷിക്കുകയാണ്. അവിടെ എന്തെല്ലാം ഉണ്ട്? ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം, അവരെ റബ്ബിന്റെ അടുക്കൽ, രക്ഷിതാവിങ്കൽ ഉദ്ദേശിക്കുന്നത് അവർക്കുണ്ട്. എന്താണോ ഉദ്ദേശിക്കുന്നത് അതിവിടെ നിർണയിച്ച് തീർത്തു പറയാൻ കഴിയില്ല. കാരണം സ്വർഗലോകത്തുള്ള ഉദ്ദേശങ്ങൾ പലതാണ്, പലർക്കും പല രൂപത്തിലാണ്. മുകളിൽ, മരത്തിന്റെ മുകളിൽ കാണുന്ന നല്ല പക്ഷി, ആ പക്ഷിയെ താഴെ ഇരിക്കുന്ന സ്വർഗീയനായ ആള് ആ പക്ഷി ഒന്ന് ഫ്രീ ആയി വരണമെന്ന് ചിന്തിക്കുമ്പോഴേക്ക് അത് മുന്നിൽ വരുന്നു. ഒരു ചുട്ട രൂപത്തിൽ വരണമെന്നാണോ ചിന്തിക്കുന്നത്, അങ്ങനെ വരുന്നു. എന്താണോ അവരുടെ ഉദ്ദേശം, ലഹും മാ യശാഊന, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം, ഇണയോടൊപ്പം ആ ഉയരത്തിലുള്ള മരച്ചില്ലയുടെ മുകളിൽ ഒന്ന് പോയിരിക്കണം. ഉദ്ദേശിക്കുമ്പോഴേക്ക് കാര്യം സാധിക്കുന്നു, കാത്തു നിൽക്കേണ്ടി വരില്ല. അങ്ങനെ ഒരു സൗകര്യം ദുനിയാവിലെവിടെയും കാണാനൊക്കില്ല. അല്ല ഔലിയാക്കളും വിചാരിച്ചെങ്കിൽ നടക്കും. ഇത് മുഅ്മിനീങ്ങളായി ജീവിച്ച ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന സ്വർഗത്തിലെ തോപ്പുകളിലുള്ള വലിയ ഒരു സന്തോഷമാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെയും ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സ്നേഹജനങ്ങൾ എല്ലാവരെയും പെടുത്തി തരട്ടെ. ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം, റബ്ബിന്റെ അടുക്കൽ അവരുദ്ദേശിക്കുന്നത് അവർക്കുണ്ട്.
അള്ളാഹു അവർക്ക് നൽകും വിവിധ തരം സുഖങ്ങൾ. ദുനിയാവിൽ ചില സുഖങ്ങളൊക്കെ ആസ്വദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞിട്ടില്ല. എന്നാ അതിനും കൂടിയുള്ള സ്ഥലമാണ് പരലോകം. ഇവിടെ ഇപ്പൊ വലിയ ഉയർന്ന ബുർജുകളുണ്ട് ലോകത്ത് വിവിധ ഭാഗത്ത്. താഴ്ന്ന് മേലോട്ട് ഇങ്ങനെ നോക്കൂ, പക്ഷെ അതിൽ കയറിയാലിപ്പോ എന്താകും? മുകളിലെത്തുമ്പോ താഴോട്ട് ഇതുപോലെ നോക്കാൻ കഴിയോ എന്നൊരു പേടി കൊണ്ടൊരു പക്ഷെ കയറിയില്ലാന്ന് വരും ചിലര് കാണാൻ പോയതാണ്, പക്ഷെ അതിനുള്ള ക്യാഷ് എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം വേണ്ടാന്ന് വെച്ചു, പിന്നീടാകാന്ന് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെ തിരക്ക് മൂലപ്പോ കഴിയൂലെന്ന് വെച്ചിട്ടുണ്ടാകും. എന്നാ നല്ല ഉയരമുള്ള, അതിനേക്കാളും ഉയരമുള്ള വൃക്ഷങ്ങൾ, ആ വൃക്ഷങ്ങളിൽ മുഴുവനും വെറുതെ ഒരു വൃക്ഷവുമില്ല, എല്ലാ വൃക്ഷങ്ങളിലും നല്ല പഴങ്ങൾ ആസ്വദിച്ച് ഭക്ഷിക്കാൻ പറ്റിയ ഒരു ലോകം, സന്തോഷത്തോടുകൂടെ നടക്കാൻ പറ്റിയൊരു ലോകം. ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം. ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മാ യസ്തഹൂനഹു മിൻ ഫുനൂനിൽ മുസ്തലസാത്ത്. വിവിധ തരം സുഖങ്ങളിൽ നിന്ന് അവർ ഇച്ഛിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. ദുനിയാവിൽ എന്തെല്ലാം സുഖങ്ങളാണ്! കട്ടിൽ മുന്തിയത് സെലക്ട് ചെയ്യും, തെറ്റൊന്നല്ല, അതൊരു സുഖത്തിനാണ്. അതുപോലെ തന്നെ എന്നാലും കുറച്ച് കഴിയുമ്പോൾ മടുക്കൂട്ടോ. അതേ രൂപത്തിൽ തന്നെയാണ് വിരിപ്പും ബെഡും ഫർണിച്ചറുകളും പാനീയവും ഭക്ഷ്യവസ്തുക്കളും. പക്ഷെ സ്വർഗത്തിലുള്ളത് ഒന്നും മടുപ്പ് വരൂല, കാരണം എല്ലാം ആനന്ദത്തിനുള്ളതാണ്, ആനന്ദിക്കാനുള്ളതാണ്. ഒരാൾക്ക് ആവശ്യമായിട്ട് കിട്ടിയില്ല, അയാൾക്കത് ആവശ്യമുണ്ട്, അങ്ങനെ ഒരു ചാൻസ്, ഒരു അവസ്ഥ വരില്ല. ഇവിടെ പഴവർഗ്ഗങ്ങൾ വാങ്ങാൻ പോയി, അയാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പഴത്തിന് വില ചോദിക്കുമ്പോൾ തീ പൊള്ളുന്ന വില. അതുകൊണ്ട് ഒരാഴ്ചയും കൂടി കഴിഞ്ഞോട്ടെ എന്ന് വെച്ചു പോകുന്നു. എന്നാ പിന്നെ അങ്ങനത്തെ ഒരു കേസിൽ, അല്ലെങ്കിൽ തീർന്നുപോയി, അങ്ങനെ തീർന്നു പോകൂല. അല്ലെങ്കിൽ മാർക്കറ്റിൽ കിട്ടാനില്ല, ഇപ്പോൾ വസ്തു കുറവാണ്, അല്ലെങ്കിൽ അതിന് ഫ്രഷ് പോരാ, ആ ഒരവസ്ഥയുമില്ല. അപ്പോ ആനന്ദത്തിന് എന്തെല്ലാം ചേരുവകൾ വേണോ അതെല്ലാം അല്ലാഹു തആല ഒരുക്കി വെച്ചൊരു ലോകം. അത് ഒറ്റവാക്കിൽ ഒതുക്കിയതാണ്. ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ. ഇതാണ് ഏറ്റവും മഹത്തായ ഔദാര്യം, അള്ളാഹുവിന്റെ ഔദാര്യമാണ്, അള്ളാഹു നൽകുന്ന സന്തോഷവുമാണിത്. മൻ കാന യുരീദു ഹർത്തൽ ആഖിറ, ആഖിറത്തിന്റെ കൃഷി ഉദ്ദേശിക്കുന്നവർ, ഭൂമിയിൽ വിത്ത് പാകുന്നതിനാണല്ലോ കൃഷി എന്ന് പറയുക. അതിൽ നിന്ന് വളർന്നു വരുന്നതിനും കായ്ക്കനികളുള്ളതിനും കൃഷി എന്ന് പറയും. വിത്തുകളോട് അമലുകളെ സാദൃശ്യപ്പെടുത്തും. നാം ചെയ്യുന്ന കർമ്മങ്ങളെ വിത്തുകളോട് സാദൃശ്യപ്പെടുത്തും. ആ കർമ്മങ്ങൾ ഫലഭൂയിഷ്ടമാകണം, അതിന് നമ്മുടെ ഉദ്ദേശം നന്നാകണം, ലക്ഷ്യം നന്നാകണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് വിശദീകരിച്ചു പറഞ്ഞു, ബശ്ശിർ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന് സന്തോഷം അറിയിക്കണം, ബിസ്സനാ, നല്ല പ്രകാശമുണ്ട്, വറിഫഅതി, ഉയർച്ചയും, വന്നസുരി, സഹായവും, വത്തംകീനി ഫിൽ അർളി, ഭൂമിയിൽ എല്ലാവിധ സംവിധാന സൗകര്യങ്ങളും അല്ലാഹു സന്തോഷം അറിയിച്ചതാണ് ഈ ഉമ്മത്തിന്. ഭൂമിയിൽ നല്ല പ്രവർത്തനങ്ങൾക്ക് എല്ലാ സൗകര്യവും തരാം. മാലം യത്ലുബു ദുനിയാ ബിഅമലിൽ ആഖിറ, ആഖിറത്തിന്റെ അമല് കൊണ്ട് ദുനിയാവ് തേടാതിരിക്കുമ്പോൾ, ആഖിറത്തിന്റെ അമല് കൊണ്ട് ദുനിയാവ് തേടാതിരിക്കുമ്പോൾ, പരലോകത്തേക്ക് വേണ്ടി ചെയ്യുന്ന അമലുകൾ, അതുകൊണ്ട് അവിടെ സന്തോഷിക്കാൻ പറ്റൽ മാത്രമാകണം ഉദ്ദേശ്യം.
വേറെ ലക്ഷ്യമൊന്നും ഉണ്ടാകരുത്. അപ്പൊ മങ്കാന യുരീദു, ഉദ്ദേശിക്കുന്നവരെന്ന് പറഞ്ഞില്ലേ, ഉദ്ദേശം നന്നാകണം. ഒരു സ്വാലിഹായ അമല് ചെയ്യുന്നെങ്കിൽ തന്നെ അതിൽ 100 ആളുകൾ ഉണ്ടെങ്കിൽ 100 ആൾക്ക് 100 ഉദ്ദേശം ഉണ്ടാകും. പരലോകത്തിന്റെ കൃഷി ആരാണോ ഉദ്ദേശിച്ചത് അവർക്കേ ഈ നേട്ടം ലഭിക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഹാനവറുകളുടെ സമീപത്ത് വെച്ച് ഒരു ദിവസം ശുഹദാക്കളെ പറ്റി, യുദ്ധത്തിൽ മരണപ്പെടുന്നവരെ പറ്റി പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, നിങ്ങൾ കാണും പോലെയല്ല കാര്യമുള്ളത്, നിങ്ങൾ മനസ്സിലാക്കും പോലെയും അല്ല. യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ മലക്കുകൾ ഇറങ്ങി വരും. ഓരോരുത്തരുടെയും ഗ്രേഡുകൾ മലക്കുകളിൽ എഴുതി വെക്കും. ഓരോ മനുഷ്യരും നിൽക്കുന്ന ലക്ഷ്യങ്ങൾ ഏതാണോ അത് നോക്കിയിട്ട് മലക്കുകൾ വിധി എഴുതും. ഫുലാനുൻ യുഖാതിലു ലിദ്ദുനിയാ, ഒരു വ്യക്തി ദുനിയാവിന് വേണ്ടി സമരം ചെയ്യുന്നു, യുദ്ധം ചെയ്യുന്നു, പോരാടുന്നു. വഫുലാനുൻ യുഖാതിലു ലിൽ മുൽക്കി, അധികാരത്തിന് വേണ്ടി മറ്റൊരാൾ യുദ്ധം ചെയ്യും. വഫുലാനുൻ യുഖാതിലു ലിദ്ദിക്രി, പേരിന് വേണ്ടി, പ്രശംസയ്ക്ക് വേണ്ടി ഒരാൾ പോരാടുന്നു. ഇങ്ങനെ ഓരോ ലക്ഷ്യങ്ങൾ ഓരോ രൂപത്തിലുണ്ടാകും. അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് യുദ്ധം ചെയ്യുന്നു. ഫമൻ ഖുതില യുരീദു വജ്ഹല്ലാഹ് ഫമൻ ഖതല യുരീദു വജ്ഹല്ലാഹി ഫദാലിക ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലെത്തുന്നത് ഒന്ന് മാത്രം. അതില് കഷ്ടപ്പാടുകളും മറ്റൊക്കെ സഹിച്ച് അതുകൊണ്ട് സ്വീകരിച്ചോളന്നില്ല, ഉദ്ദേശം നന്നാകണം. അതുകൊണ്ട് ആ മങ്കാന യുരീദു ഹർസൽ ആഖിറ പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അങ്ങാടിയിൽ വരുമ്പോൾ ഒരു ജമാഅത്ത് ബാധ്യത കൂടിട്ടോ, നിസ്കാരമൊക്കെ കൂടും. ജമാഅത്തിന് വേണ്ടി തന്നെ വരിക, അത് രണ്ടും രണ്ടാണ്. ജമാഅത്തിന് ഉദ്ദേശിച്ച് വരുന്നതും വന്നപ്പോൾ ഒരു ജമാഅത്തിൽ കൂടുന്നതും രണ്ടും രണ്ടാണ്. കാരണം ഒന്ന് ഡയറക്റ്റായി ഉദ്ദേശം വെച്ച് വന്നത് തന്നെ ജമാഅത്തിനാണ്. മറ്റിനും ജമാഅത്തിന് കൂലി കിട്ടൂലേ? കിട്ടും. പക്ഷെ ഉദ്ദേശം കുറച്ച് മാറിയത് കൊണ്ട് കുറവുണ്ടാകും. മക്ക വിട്ട് മദീനയിലേക്ക് ഹിജറ പോകുന്ന സ്വഹാബിമാര് സഹിച്ച പ്രതിസന്ധി ആരാ സഹിച്ചത്? ചിലരൊക്കെ നടന്ന് 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 ക്ഷീണിച്ച് മലഞ്ചെരുവുകളൊക്കെ താമസിച്ച് കയ്യിൽ കരുതിയ ഭക്ഷണം, കൂടെയുള്ളവരെ ഭക്ഷണമൊക്കെ അല്പാൽപ്പം കഴിച്ച് പിറ്റത്തെ ദിവസം രാവിലെ കുറച്ചുകൂടി നടന്ന് വെയിൽ ചൂടാകുമ്പോ പിന്നെയും വിശ്രമിക്കാനിരുന്ന്, ഈ രൂപത്തിലുള്ള വാഹന സൗകര്യങ്ങൾ അന്ന് സ്വഹാബത്തിന്റെ കൂട്ടത്തിലുള്ളവർ തന്നെ വാഹനങ്ങളുള്ളവർ കുറവാണ്. അത്രയും ക്ഷീണം അനുഭവിച്ച് വിഷമം അനുഭവിച്ച് മക്കയിൽ നിന്ന് ഉണ്ടാക്കിയ സമ്പാദ്യം ഒന്നും ലഭിക്കാതെ കിട്ടാതെ പോയവരുണ്ട്. അവരോടൊക്കെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിഷയം ഓരോ വ്യക്തിക്കും അവനവൻ ഉദ്ദേശിച്ചതുണ്ട്. ആരുടെ ഉദ്ദേശമാണോ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമുള്ള ഹിജ്റ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി. അതൊരു വിഷയത്തിൽ മാത്രമല്ല, എല്ലാ വിഷയത്തിലുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കി, ഇൽമു പഠിക്കാൻ വരുന്ന മുത്തഅല്ലിമിന് ആരെല്ലാം ഇസ്തിഗ്ഫാർ ചൊല്ലും? മലക്കുകൾ ചിറക് താഴ്ത്തി കൊടുക്കും. കടലിലെ മത്സ്യങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലും. മരുഭൂമിയിലെ ഉറുമ്പ് ഇസ്തിഗ്ഫാർ ചൊല്ലും. പക്ഷെ അതൊക്കെ ചൊല്ലണമെങ്കിൽ അവസാനം ഒരു കണ്ടീഷനും, ഈ പറയുന്ന മഹത്വങ്ങളൊക്കെ അറിവ് കൊണ്ട് അള്ളാഹുവിനെയും ആഖിറത്തെയും ഉദ്ദേശിച്ചാലാണ്. അല്ലെങ്കിൽ ഫൽഹലാക്കു തഹസ്വല, സർവനാശം ലഭിക്കും, കിട്ടുന്നത് നാശമായിരിക്കും. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയും പോലെയായിരിക്കും. ഉദ്ദേശം എപ്പോഴും നന്നാക്കണം. ചെയ്യുന്ന കാര്യം ചെറുതാകട്ടെ വലുതാകട്ടെ അതിലേക്കല്ല നോട്ടം. കഷ്ടപ്പാടുണ്ട്, ചെലവുണ്ട്, അതിലേക്കുമല്ല നോട്ടം. നിയ്യത്ത് എങ്ങനെയാണ്, അവിടേക്കാ നോട്ടം.
അതുകൊണ്ടാണ് ഈ ആയത്തിനെ സംബന്ധിച്ച് വിശദീകരിച്ച് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, യുദ്ധം നടക്കുന്ന സമയത്ത് മലക്കുകൾ വന്നിട്ട് രേഖപ്പെടുത്തുകയാണ്, വിവിധ ഉദ്ദേശങ്ങളുള്ളവരുണ്ട്. വഫുലാനുൻ യുഖാതിലു യുരീദു വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ പ്രീതി ലക്ഷ്യമാക്കി ആരാണോ പോരാടുന്നത് അവൻ വിജയിച്ചു, അവന്റെ ഉദ്ദേശം കാരണം അത് സ്വർഗത്തിലെത്തി. ലക്ഷ്യം നന്നാക്കണം, ഉദ്ദേശം നന്നാക്കണം, മുറാദ് നന്നാക്കണം. കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ മുറാദ് എന്താണോ വേണ്ടത് അതുപോലെയാണ്. ഈ ആയത്തിന്റെ തഫ്സീർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു പറഞ്ഞു കൊടുത്തൊരു തഫ്സീർ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ ആയത്ത് ഓതി ഒരു ദിവസം മൻകാന യുരീദു ഹർസൽ ആഖിറ നസിദ് ലഹു ഫീ ഹർസിഹി, സൂറത്തു ശൂറയിലെ 20-ാമത്തെ സൂക്തം. ആഖിറം ഉദ്ദേശിച്ച് അമൽ ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ കൃഷിയിൽ നാം വർധനവ് കൊടുക്കും. സുമ്മ ഖാല, പിന്നെ തങ്ങൾ പറഞ്ഞു, യഖൂലുല്ലാഹ്, അല്ലാഹു പറയുന്നു, ഇബ്ന ആദം, മനുഷ്യ, തഫറഗ് ലി ഇബാദതി, എന്റെ ആരാധനക്ക് വേണ്ടി നീയൊന്ന് ഫ്രീ ആകണം എന്ന് പറഞ്ഞാ നിന്റെ ലക്ഷ്യം ആ ആരാധന കൊണ്ട് ഞാൻ മാത്രമാകണം. നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹു തആല എന്തെങ്കിലും രോഗം തന്നാലോ, നോമ്പ് നോറ്റിട്ടില്ലെങ്കിൽ വേറെന്തെങ്കിലും ബലാ വന്നാലോ, അതിനൊന്നും ആകണ്ട. ഞാനിപ്പോ ഓതിയിട്ടില്ലെങ്കിൽ, ഇന്നെങ്ങാനും ഓതിയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ ഇടിവ് വന്നാലോ, എന്നാലും ഞാനൊക്കെ സൂറത്തുൽ വാഖിയ ഓതി, ഇന്ന് ഓതിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിച്ചാലോ, അങ്ങനല്ലേ? അപ്പൊ എന്റെ ഇബാദത്തിന് വേണ്ടി നീ ഒന്ന് നിന്റെ മനസ്സ് ഫ്രീ ആക്കണം. എന്നാൽ അംലഉ സ്വദ്റക ഗിനാ, നിന്റെ മനസ്സിൽ ഞാൻ ഐശ്വര്യം നിറച്ചു തരും. മനസ്സംതൃപ്തി ഏറ്റവും വലിയ ഐശ്വര്യം അതാണ്. മനസ്സിന് നല്ല തൃപ്തി ഞാൻ നിറച്ചു തരും. വഅസുദ്ദു ഫഖറക, അപ്പൊ ദുനിയാവും കിട്ടുന്നുണ്ട്. നിന്റെ ദാരിദ്ര്യം ഞാൻ അടക്കും, നിന്റെ ആവശ്യം ഞാൻ നിറവേറ്റി തരും. ലക്ഷ്യം എന്താകണം? അള്ളാഹുവിന്റെ വജ്ഹാകണം. സഹോദരങ്ങളെ, നിയ്യത്ത് എപ്പോഴും അങ്ങനെയാണോ? അതിൽ ഇരട്ട പ്രതിഫലമുണ്ട്. ദുനിയാവിൽ ആവശ്യവും സാധിക്കുന്നുണ്ട്, ആഖിറത്തിലോ അവിടെയും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അല്പൊന്ന് ഉദ്ദേശിച്ച കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴേക്ക് സ്വഹാബത്ത് പേടിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ സാധുക്കൾക്ക് സ്വതക്ക കൊടുക്കാൻ വേണ്ടി ഒരു സ്വഹാബി പള്ളിയിൽ സ്വതക്ക കൊണ്ടുവന്ന് വെച്ചു. സ്വതക്ക പള്ളിയിൽ സംഭാവന. ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ കാണില്ല, വെള്ളം ഉണ്ടാവും പള്ളിയിൽ, കാരക്ക ഉണ്ടാകും, വിദേശത്തൊക്കെ കാണാൻ. അങ്ങനെ ആവശ്യക്കാരെടുത്തു പോയിക്കോട്ടെ തീറ്റാണ്. ഇത് ഫക്കീറന്മാരെടുത്തോട്ടെ എന്നുള്ള നിയ്യത്തിലാ കൊണ്ടുവന്ന് വെച്ചു. കൊണ്ടുവന്ന് വെച്ച ആള് സ്വഹാബിയാണ്. വീട്ടിൽ പോയി നോക്കുമ്പോ ബഹുമാനപ്പെട്ട യസീദ് റളിയല്ലാഹു അൻഹുവും മഅൻ റളിയല്ലാഹു അൻഹും ബാപ്പയും മകനും. മകന്റെ കയ്യിൽ കണ്ടു ഈ സമ്പത്ത് മുഴുവനും. അല്ല മോനെ, നിനക്ക് എവിടുന്ന് അത് കിട്ടി? ഞാൻ പള്ളിയിൽ സാധുക്കൾക്ക് വേണ്ടി ആരോ സ്വതക്ക കൊണ്ടെന്ന് വെച്ചാൽ ഞാൻ എടുത്തതാണ്. ബാപ്പ പറഞ്ഞു, നിന്നെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ കൊണ്ടുപോയിക്കണം. അപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ചത് ഒരു ഫക്കീർ എടുത്തോട്ടെ എന്നല്ല, ഞാനൊരു ഫക്കീറല്ലേ, അപ്പൊ ഞാൻ എടുത്തത് നിങ്ങൾ എന്തിനാ വരാ? അല്ല, നിന്നെ ഉദ്ദേശിച്ചാൽ വേറെ ആൾക്കാരെ ഉദ്ദേശിച്ചത്. നിങ്ങൾ നോക്കി, കൊണ്ടുപോയി വെച്ച ഉദ്ദേശത്തിൽ ഈ മകൻ എടുത്താൽ ഉദ്ദേശിച്ചതുപോലെ അള്ളാഹുവിൽ നിന്ന് സവാബ് കിട്ടൂലേ എന്നത് പേടിച്ചിട്ടാണ് പറഞ്ഞത്. അല്ല, മകൻ എടുക്കുന്ന വാപ്പാക്ക് എതിർപ്പുണ്ടായിട്ടല്ല. അങ്ങനെ തർക്കം. വാപ്പ അങ്ങനെ ഉദ്ദേശിച്ച കിട്ടും. ഞാൻ നിന്നെ ഉദ്ദേശിച്ചില്ല, കൊണ്ടുപോയി വെക്കണം. മകനെ കൊണ്ടുപോയി വെക്കുന്നില്ല, വാപ്പത് കൊണ്ടുപോയി വെക്കണമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ലകമാ നബൈത യാ മഅനു, നിങ്ങൾ കരുതിയത് നിങ്ങൾക്കുണ്ട്, അത് പോകൂല. വലകമാ അഖത യാ യസീദ്, നിങ്ങൾ എന്താണോ സ്വീകരിച്ചത് അത് നിങ്ങൾക്കുള്ളതാണ്, അത് കൊടുക്കും വേണ്ട. അപ്പൊ നിങ്ങളെ നിയ്യത്ത്, നിങ്ങൾ ഉദ്ദേശിച്ചത് റെഡി ആയിട്ടുണ്ട്. അല്ലാഹു തആല അത് പരിഗണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കണക്കാക്കിയിട്ടുണ്ട്. നിങ്ങളെ ഉദ്ദേശത്തിന് മാറ്റം വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ എടുത്തതിനും കുഴപ്പമില്ല, അത് നിങ്ങൾക്ക് കിട്ടും. ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ പരത്തി പറയുന്നില്ല,
ഈ ആയത്ത് ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട് വിവിധ മഹാന്മാർ, വിവിധ ഖുർആൻ മുഫസ്സിറുകൾ. അതില് അള്ളാഹു വർധനവ് നൽകും എന്ന് പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് ഉള്ള വിഷയം ലക്ഷ്യം നന്നാക്കണം, നിയ്യത്ത് നന്നാക്കണം. അള്ളാഹു നമ്മുടെ നിയ്യത്തുകൾ നന്നാക്കി തരണം ഏത് വിഷയത്തിലാണ്. അതുകൊണ്ട് ആ മുത്താലിമീങ്ങളോടൊക്കെ പണ്ട് ഉസ്താദുമാര് നമ്മളോട് പറഞ്ഞ നിർദ്ദേശങ്ങൾ നമ്മൾ മുത്താലിമീങ്ങൾക്കും പറഞ്ഞു കൊടുക്കും. എന്താ ഉസ്താദുമാര് പറയാ? മൗലിദിന് പോകുമ്പോ മൗലിദ് നന്നാക്കി ഓതണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹാണ്. എത്ര കിട്ടും എന്ന് കണക്കാക്കി നിങ്ങൾ ഓതരുത്. കിട്ടൂലേ, കാശ് കിട്ടൂല, ആശങ്കയിൽ ഓതണം. കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, ഓതുന്നത് മദ്ഹാണ്, നബി തങ്ങളെ മദ്ഹാണ്. അതിന് നിങ്ങൾ നിയ്യത്ത് നന്നാക്കി. സ്വതക്ക തന്നാൽ സ്വീകരിക്കും, തന്നില്ലെങ്കിൽ വിഷമൊന്നും വേണ്ട, മൗലിദ് ഓതില്ല. മൗലിദ് ഓതിയിട്ട് അതിന്റെ കൂലി, അതിന്റെ സവാബ് നിങ്ങൾക്ക് കിട്ടും, ആ വീട്ടുകാർക്കും കിട്ടണം. അതിന് നിങ്ങൾ നിയ്യത്ത് നന്നാക്കണം. ഇയാള് സംഭാവന തന്നില്ല, എന്നാ പിന്നെ നിങ്ങളെ മനസ്സിന് വിഷമമൊന്നും വേണ്ട. ഏതെങ്കിലും ഒരു ദിവസം മൗലിദിന് ആരോ പായസം മറന്നുപോയി, ആരും വിഷമിക്കണ്ട. മൗലിദ് ഓതിയതിന് പായസം ഒരു ദിവസം ആരോ മറന്നുപോയി, വിഷമൊന്നും ആരും കരുതണ്ട. ആരാത് ഏറ്റിട്ട് കൊണ്ടുവരാത്തത് എന്നും ചോദിക്കണ്ട. കാരണം നമ്മൾ ഈ വന്ന് ഓതിയ മദ്ഹുകളൊക്കെ ആ പായസത്തിനാ ആണോ? പിന്നെന്തിനാ ചോദിക്കുന്നത് അങ്ങനെ? പിന്നെന്തിനാ അങ്ങനെ ചോദിക്കുന്നത്? എന്തിനാ ദേഷ്യം പിടിക്കുന്നത്? ആരാന്ന് പായസം മോനെ ഏൽപ്പിച്ചാൽ തന്നെ എങ്ങനെ? ഒരു പായസം കുടിക്കാൻ നേരത്തെ മൗലിദിന് വന്ന് നോക്കുമ്പോ, മൗലിദിന് വന്നത് പായസം കുടിക്കാനല്ല, മദ്ഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ്. അത് എത്ര ഒരു ഹദീസാണ്, ഒന്ന് ഒരു വരിയാണെങ്കിൽ ഒരു വരി, ഒരു സ്വലാത്താണെങ്കിൽ സ്വലാത്ത്, അത് കിട്ടിയാൽ തന്നെ വലിയ മഹത്വം. ഇനി അതിനെ കൂടെ ഒരു സ്വതക്ക എന്നുള്ള നിലക്ക് ഒരു പായസം. അപ്പൊ ഇയാളുടെ മനസ്സിൽ ഇയാൾ പോകുന്നതും വരുന്നതും ചൊല്ലുന്നതൊന്നും പായസം ഇല്ലാക്കാൻ പറ്റല്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞു. എന്തിനാ ആണ്ടിന് പോണ്, എന്തിനാ 7-ന് പോണ്? എല്ലായിടത്തും ചിന്തിച്ചോളി, എല്ലായിടത്തേക്കും. എന്തിനാ 3-ന് പോണ്? 3-ന് കഴിഞ്ഞ അവിടെ 3 നല്ല ഉഷാറേ, ഇതാണ് ഈ ഇറച്ചിയെ കൂട്ടാൻ വെച്ചെന്ന് പറയും. അതിനല്ല പോകുന്നത്, അതിനല്ല. നമ്മൾ ആ മരണപ്പെട്ടു പോയ സുഹൃത്തിന്, സഹോദരന്, സഹോദരിക്കൊരു ഷഫാഅത്തിന് പോകുകയാണ്, ദുആർക്കാൻ. ദുആ ഷഫാഅത്താണ്, മുഅ്മിനീങ്ങളെ ഭാഗത്തുനിന്ന് അള്ളാഹുവിലേക്കുള്ള റെക്കമെൻഡാണ്. അള്ളാഹുവേ നീ പുറത്തു കൊടുക്കുക എന്ന് പറയുമ്പോ ആമീൻ എന്ന് നമ്മൾ നല്ല നിയ്യത്തോടെ പറയുന്നു. ഇനി ഭക്ഷണം കിട്ടിയില്ല, പരാതിയില്ല, ഒന്നുമില്ല, ഒരു സ്ഥലത്ത് ഒന്ന് നോക്കുമ്പോ വിഷമമൊന്നും വേണ്ട. നിയ്യത്ത് അതാകരുത്. നിയ്യത്ത് എന്താണ്? ആ മരണപ്പെട്ടു പോയ വ്യക്തിക്ക് ഞാൻ ഈ ഓതുന്ന ഫാത്തിഹ കൊണ്ട്, ഞാൻ ഈ ദ്വാർക്കുന്ന ദുആ കൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് എളുപ്പം നൽകണം, നല്ല ഇളവ് നൽകണം, സന്തോഷം നൽകണം. അതിനാണ്. അതേ സമയത്ത് കല്യാണത്തിന് പോകുമ്പോ ചോറില്ലെങ്കിൽ ചോറില്ലെന്ന് ചോദിക്കാം. കല്യാണം എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താ? ഭക്ഷണം എന്നുള്ളതാണ്. അത് പിന്നെ അല്ലാതെക്കൂലല്ലോ. ആ ഭക്ഷണം കഴിക്കാനാണ് അവിടുത്തെ സന്തോഷം, അതിനാണ് അവിടെ ഒരുമിച്ച് വരുന്നത്, ഭക്ഷണം കഴിക്കാനാണ് വരുന്നത്. മൗലിദിന് പോകുന്നതിനല്ല. മൗലിദിന് പോകുമ്പോ കൂട്ടത്തിൽ വരുന്ന ആളുകളെ ഒന്ന് സൽക്കരിക്കാന്നുള്ള നിലക്ക് ആ വീട്ടുകാർ. ഇനി ആ ഭക്ഷണത്തിൽ തന്നെ എന്തെങ്കിലും കുറവുണ്ടായി വരരുത്. അതിനൊന്നുമല്ല അവിടെ പോയത്. അവിടെ പോയത് മൗലിദ് ഓതാനാണ്, മദ്ഹ് ചൊല്ലാനാണ്, ദിക്ർ ചൊല്ലാനാണ്. 1000 തഹ്ലീൽ ചൊല്ലിയിട്ട് ഉണ്ടാക്കിയത് കണ്ടില്ല, ചക്കര ചോറാണ് ഉണ്ടാക്കിയത്. മൂപ്പര് ഉദ്ദേശിച്ചത് 1-ാം നമ്പർ നല്ല ബീഫ് ബിരിയാണിയാണ്, ഉണ്ടാക്കിയത് ചക്കര ചോറാണ്. സുഹൃത്തെ, പരാതി പറയരുത്. കാരണം നീ പോയത് അത് ലക്ഷ്യം വെച്ചല്ല. മരണപ്പെട്ടു പോയ ആ ഉപ്പാക്ക്, ഉമ്മാക്ക്, കൂട്ടുകാരന് നിന്റെ തഹ്ലീൽ കൊണ്ടൊരു സന്തോഷം ലഭിക്കാനാണ്. അതിനാ നീ പോയത്. അതങ്ങനെ കിട്ടും. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ തന്റെ ഒരു കൂട്ടുകാരനും 2 ആള് റുമ്മാൻ വാങ്ങി. നമ്മൾ വാങ്ങുന്ന റുമ്മാൻ വാങ്ങി. ഷെയ്ഖ് ജീലാനി തങ്ങൾ റുമ്മാൻ ഇങ്ങനെ പൊളിച്ചപ്പോ നല്ല കാണാൻ നല്ല ഭംഗിയിൽ, കണ്ടാൽ തന്നെ ആളുകൾ ഭക്ഷിച്ചു പോകും, ആ രൂപത്തിൽ ഇങ്ങനെ പൊളിഞ്ഞു നിൽക്കും. കൂട്ടുകാരൻ പൊളിച്ചപ്പോ അതിന്റെ ഉള്ളിൽ കറുപ്പും കറയും കലർന്നു നിൽക്കും. അപ്പൊ ഷെയ്ഖ് അവരോട് ചോദിച്ചു, ഇതെന്തെങ്ങനെ?
ഞാനും നിങ്ങളും ഒരേ കടയിൽ നിന്നാണ് റുമ്മാൻ വാങ്ങിയത്. നിങ്ങൾ കൊടുത്ത ദിർഹം തന്നെയാണ് ഞാനും കൊടുത്തത്, മാറ്റൊന്നുമില്ലല്ലോ. ഒന്ന് ഞാൻ എന്റെ കയ്യിൽ പിടിച്ചു, നിങ്ങളെ കയ്യിൽ പിടിച്ചു എന്നേ മാറ്റുള്ളൂ. പക്ഷെ നിങ്ങൾ പൊളിച്ചു നോക്കുമ്പോ മുഴുവനും പൊളിച്ചു. നിങ്ങൾ പൊളിച്ച റുമ്മാൻ ഒന്നും കേടില്ല, എല്ലാം ഭക്ഷ്യയോഗ്യമായതും നല്ല വൃത്തിയുള്ളതും സന്തോഷമുള്ളതും. ഞാൻ പൊളിച്ചതോ മുഴുവനും കേട്, കണ്ടാൽ തന്നെ ആരും ഭക്ഷിക്കൂല. ശൈഖ് അവറുകൾ പറഞ്ഞു, അത് നിന്റെ കൽബാണ്, ഇതെന്റെ കൽബാണ്. നീ നിന്റെ നിയ്യത്ത് നന്നാക്കാത്തത് കൊണ്ട് അള്ളാഹു നിനക്ക് കാണിച്ചു തന്നത് അങ്ങനെയാണ്. ഇവിടെ നിയ്യത്ത് ഒരു തകരാറുമില്ല, അതുകൊണ്ട് വാങ്ങിയതിൽ അങ്ങനെ തന്നെ. അതുകൊണ്ട് നമ്മുടെ ഹമ്മ്, നമ്മുടെ ഖൽബിന്റെ ഫറാഗ് അള്ളാഹു ആവശ്യപ്പെടുന്ന അതാണ്. തഫറഗ് ഇബ്നു ആദം തഫറഗ് ലി ഇബാദത്തി, എന്റെ ഇബാദത്തിന് വേണ്ടി നീ ഒന്ന് ഒഴിയണം, ഒന്ന് ഫ്രീ ആകണം. അതുകൊണ്ടാ നിസ്കരിക്കുന്ന ആള് ഫറാഹുൽ ഖൽബ് ഉണ്ടാക്കൽ സുന്നത്താണ് എന്ന് കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തി. ഫറാഹുൽ ഖൽബ്, ഖൽബിന്റെ ഒഴിവ്, ഖൽബ് ഫ്രീ ആകും. ധാരാളം ശുഗറുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് വരും? അതങ്ങനെ റക്അത്ത് അങ്ങനെ കൂട്ടും, ഒന്നിന്റെ പുറകെ ഒന്നായിട്ട് അങ്ങനെ കൂട്ടും. തസീദു ഹിത്തിയാത്തൻ റക്അത്തൻ ബഅദ റക്അതി എന്ന് പറഞ്ഞല്ലോ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. നീ അങ്ങനെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി റക്അത്ത് അങ്ങനെ കൂട്ടുന്നു, നിന്റെ മനസ്സിലെ സൂക്ഷ്മത എന്നാണ്. പക്ഷേ സൂക്ഷ്മത അല്ലത്, നിന്റെ ഒരു അബോധാവസ്ഥ കൊണ്ട്, നിന്റെ ഖൽബിന്റെ ശുദ്ധിക്കുറവ് കൊണ്ട് എത്ര നിസ്കരിച്ചത് എന്ന് നിനക്കറിയില്ല. തളല്ലു വഖദ് അത്മംതഹാ ഗൈറ ആലിമീൻ, ഒരു ബോധവും ഇല്ലാതെ അറിവില്ലാതെയാണ് നീ അത് പൂർത്തിയാക്കണം. 4 ആയിട്ടുണ്ടാകും, അതിമണ്ട് ഉറപ്പിക്കാം. എന്താ കല്യാണം ഉറപ്പിക്കല? 4 ആയിട്ടൊക്കെ ഉണ്ടാകും. 3 ആ ഒച്ച കേട്ടപ്പോഴാണല്ലോ 3 ഫാത്തിഹ ഓതിയത്, അപ്പൊ 4 ആയിട്ടുണ്ടാകും. നിങ്ങൾ നോക്ക്, ദുർബലമായ എന്തെങ്കിലും സൂചനകൾ വെച്ചിട്ട് ആ 3ഉം 4ഉം 2ഉം 1 ഒപ്പിക്കണ്. അതുകൊണ്ട് ഖൽബില് ഫറാഗ് വേണം. എന്നാൽ അല്ലാഹു മനസ്സിന് ഐശ്വര്യം നിറച്ചു തരും. വാസുദ്ദു ഫഖറക്കാതെ ദുനിയാവിൽ ആവശ്യമുള്ളതാണ്. നിന്റെ ഫഖർ ഞാൻ അടക്കും, നിന്റെ ദാരിദ്ര്യം ഞാൻ മാറ്റിത്തരും. വഇല്ലാ തഫ്അൽ, നീ അങ്ങനെ ചെയ്യാത്ത പക്ഷം മലഅതു സദ്റക ശുഗ്ലാ, എന്റെ ഇബാദത്തിന് നിന്റെ മനസ്സ് നീ കാലിയാക്കുന്നില്ലെങ്കിൽ നിന്റെ മനസ്സിൽ ഞാൻ ശുഗല് നിറക്കും. തെക്ക് ജോലി, ഒരുപാട് ശുഗല്. അപ്പോൾ നീ ദിക്ർ ചൊല്ലിയാലും മനസ്സ് പായും, ഖുർആൻ ഓതിയാലും മനസ്സ് പായും. കണ്ണൊക്കെ ചിമ്മി നിശബ്ദമായ നേരത്ത് ഒന്ന് പ്രാർത്ഥനക്കിരുന്നാലും നിന്റെ മനസ്സ് പാഞ്ഞു പോകും. കാരണം അല്ലാഹു മനസ്സിൽ ശുഗല് നിറച്ചു. വലം അസുദ്ദ ഫഖറക, നിന്റെ ഫഖർ ഞാൻ അടക്കുകയില്ല. നിന്റെ ഫഖർ മാറ്റിത്തരണോ? എന്റെ ഇബാദത്തിന് നീ ഒന്ന് നിൽക്കുന്ന നേരം കുറഞ്ഞ നേരമല്ലേ, അപ്പോഴെങ്കിലും നിന്റെ മനസ്സ് നീ ഒന്ന് ഫ്രീ ആക്കണം. അള്ളാഹു നമുക്ക് ഫറാഹുൽ ഖൽബ് നൽകട്ടെ. അതുകൊണ്ടാ നിങ്ങൾ നോക്ക്, മഹത്തുക്കളിൽ ഒരുപാട് മഹാന്മാര് ഖുശൂഇനെ സംബന്ധിച്ച് നിർബന്ധം എന്ന അഭിപ്രായം പറഞ്ഞവരുണ്ട്. അവര് തെളിവ് പറഞ്ഞതും അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, വിശ്വാസികളുടെ അടയാളങ്ങൾ സൂറത്തുൽ മുഅ്മിനൂനയിൽ അല്ലാഹു എണ്ണി പറഞ്ഞപ്പോ രണ്ടാമത്തെ അടയാളം പറഞ്ഞത് അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കാരത്തിൽ അവർ ഭക്തി സ്വീകരിക്കുന്നവരാണ്, ഭക്തിയുള്ളവരാണ്. നിസ്കാരം റബ്ബിനുള്ള പ്രധാനപ്പെട്ട ഇബാദത്തല്ലേ. ആ ഖൽബൊന്ന് ഇങ്ങോട്ട് തിരിച്ചിട്ട് വേണം ചെയ്യാൻ, എന്നാ കാര്യം റെഡിയാണ്. വർഷങ്ങളോളം ദ്വാരുന്നിട്ട് ഉത്തരം കിട്ടാത്ത ഒരാള് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് വന്നിട്ട് പരാതി പറഞ്ഞു, ഞാൻ എത്ര ഇതുവരെ മൂസാ നബി ഒന്നും ജവാബ് അല്ലാഹു തആല തരട്ടെ. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, പഠിച്ചോനെ, അയാൾ കുറെ കാലമായി ചോദിക്കാൻ തുടങ്ങിയിട്ട്, നീ എന്താ ഒന്ന് ഉത്തരം കൊടുക്കാത്തത്? അള്ളാഹു പറഞ്ഞു, മൂസാ നബിയെ ഒന്ന് മനസ്സിങ്ങോട്ട് തിരിക്കാൻ പറയും, എന്നിട്ടൊന്ന് ചോദിക്കാൻ പറയും. മനസ്സ് അള്ളാഹുവിലേക്ക് തിരിച്ചു ചോദിച്ചപ്പോൾ ഉടനെ കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മുടെ നിയ്യത്ത് നന്നാക്കണം, ഉദ്ദേശം നന്നാക്കണം. അതിലാണ് കാര്യമുള്ളത്, അതിലാണ് കയമ്പുള്ളത്. ഹമ്മ് എപ്പോഴും ഒരു ഹമ്മ് മതി. തീരുമാനവും ഉദ്ദേശവും ലക്ഷ്യവും ഒക്കെ ഒന്ന് മതി. എന്നാ ബാക്കിയുള്ളത് അല്ലാഹു തആല അങ്ങനെ തരും. ദുനിയാവിന്റെ ഹമ്മ് കൊണ്ട് നീ കരയരുത്.
നീ വിഷമിക്കരുത്, സങ്കടപ്പെടരുത്, ഉറക്കമൊഴിയരുത്. പടച്ചോനെ ഇന്ന് നഷ്ടായി പോയല്ലോ, എന്ത് പെടലാന്ന് ഞാൻ പെട്ടത്, അത് കിട്ടണ്ടേ ഇന്ന് എനിക്ക് മാറിപ്പോയല്ലോ. ഒരു കുറി അടിക്കാതിരുന്നാൽ പോലും ചിലർക്കൊന്നും ഉറക്കം വരില്ല. പടച്ചറ, ഞാനിപ്പോ അത് പറഞ്ഞാല് നിങ്ങൾ ചിലപ്പോ ഓരോരുത്തരായിട്ട് പോകുമെന്നുള്ള ഒരു തോന്നൽ എനിക്ക്. അത് അയാൾക്ക് കിട്ടും, പക്ഷെ അപ്പൊ അന്ന് കലാക്കിയില്ല, കലാക്കാതിരിക്കലാണ് ഹൈറ്. അന്നത് കിട്ടിയാൽ തന്നെ വേറൊരുത്തൻ കടം വാങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹു തആല തൽക്കാലം ഒന്ന് മാറ്റി വെച്ചാൽ അയാൾ കടം വാങ്ങിക്കൊണ്ടാ പിന്നെ ഇയാൾക്ക് തീരെ കിട്ടൂല. അപ്പൊ അള്ളാഹു തആല തീരുമാനിച്ചു, ഇന്ന ഏതായാലും കുറി അടിക്കേണ്ട, അടുത്തിനടിച്ചാൽ മതി, എന്നാ പിന്നെ അയാൾ വേറെ എവിടെയെങ്കിലും വാങ്ങിക്കോളൂ. അങ്ങനെ എന്തെല്ലാം ഉണ്ടാകും. പക്ഷെ നമ്മളതിലേക്ക് പോകണ്ടേ, നമുക്ക് ടെൻഷൻ. ഇയാൾ ഒറ്റക്ക് പുരേ പോയിരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കും. അപ്പൊ പെണ്ണുങ്ങൾ ചോദിച്ചു, എന്താ നിങ്ങൾ ആലോചിക്കണേ? ഭക്ഷണം വേണ്ട. ഞാനേ ഭയങ്കര വിഷമം, നിസ്കരിക്കാനും തോന്നുന്നില്ല. നോക്ക് നിങ്ങൾ, മനുഷ്യന്റെ ഹമ്മ്, നിസ്കരിക്കാനും തോന്നുന്നു. എന്താ തോന്നാത്ത? ഞാൻ ഇന്ന് അത്രയും രാവിലെ മുതൽ കൊറേ ഞാൻ ദ്വായിരുന്നു ദിക്ർ ചൊല്ലി, എന്തിന് ഇന്നത്തെ കുറി ഒന്ന് അടിക്കണം എന്ന് എഴുതി. തെറ്റൊന്നല്ല ചെയ്തു, തെറ്റൊന്നും എന്തായിട്ട് തെറ്റൊന്നല്ല. പക്ഷേ അല്ലാഹു തആല അന്ന് വിധിക്കാത്തതിൽ ഇയാൾ വിഷമിക്കരുത്. അവിടെയാണ് അതിനൊരു ഖൈറുണ്ട് എന്നാണ് വേഗം മനസ്സിലാക്കേണ്ടത്. ഉടനെ മനസ്സിലാക്കേണ്ട ഇങ്ങനെ ഖൈറുണ്ട്. പെട്ടെന്ന് അങ്ങനെ ചില സംഗതികൾ സംഭവിക്കുമ്പോൾ നമ്മൾ ഷോക്കാകരുത്. ഇത് ഖൈറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഉദാഹരണമായിട്ടൊരു ഖൈർ അങ്ങനെ ഉണ്ടാകും. അല്ലെങ്കിൽ ആ ക്യാഷ് കിട്ടിയാൽ ഇവൻ ചെലവഴിക്കാൻ പോകുന്ന മേഖല അത്ര ശരിയല്ലാത്തത് കൊണ്ട് കുറച്ച് പിന്തിപ്പിച്ചതായിരിക്കും. ഇന്ന് അവന് കുറിയടിച്ചാൽ നാളെ അവൻ കാശ് ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്ന മേഖല അത്ര ക്ലിയർ അല്ല. ഒരുപാട് വഞ്ചനകൾ അതിൽ വരുന്നുണ്ട്. അപ്പൊ അള്ളാഹു തൽക്കാലം ഇന്നത് വേണ്ടാന്ന് വെച്ചു. പക്ഷെ അവന്റെ മനസ്സിലെ ടെൻഷൻ കൊണ്ട് രാത്രി ഉറക്കം വരുന്നില്ല. പിന്നെ ആള് വിളിക്കാൻ, ഉസ്താദെ എന്തെങ്കിലും ദിക്ർ പറഞ്ഞിടും. എന്തിനാ ദിക്ർ? കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അപ്പൊ എന്താ നിങ്ങളെ വിഷമം? ഭയങ്കര വിഷമ ഉസ്താദ്, കുറി അടിച്ചില്ല, അവിടെ ഉറങ്ങാനൊരു ദിക്ർ വേണം, സലാത്ത് വേണം. അപ്പൊ പിന്നെ അയാൾ നിസ്കരിക്കുമ്പോഴും നിസ്കാരം കഴിഞ്ഞിട്ട് ദിക്ർ ചൊല്ലുമ്പോഴൊക്കെ നാവങ്ങനെ ചലിക്കുന്നുണ്ടാകും, അല്ലെ? ഒരു പക്ഷെ നിയ്യത്തിൽ പോലും ഹുളൂറുൽ ഖൽബ് കിട്ടിയിട്ടുണ്ടാവില്ല. മുസല്ലി ഫർളുൽ ഇശാഇ എന്ന് പറഞ്ഞ് നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ പോലും ഞാൻ ഈ നിസ്കരിക്കുന്നത് അല്ലാഹു തആലാക്ക് വേണ്ടി എന്നുള്ള ഒരു ചിന്ത പോലും വന്നിട്ടുണ്ടാകൂല. ടെൻഷൻ കൂടി. പക്ഷെ ഹമ്മ് വേണ്ടത്, ടെൻഷനും ലക്ഷ്യവും ഉദ്ദേശവും എപ്പോഴും വേണ്ടത് ഏതാ? ഹമ്മുൽ ആഖിറ. മൻ ജഅലൽ ഹമ്മ ഹമ്മൻ വാഹിദാ. ഒരാളുടെ ടെൻഷൻ, ഒരാളുടെ വിഷമം ഒരു വിഷമമായി മാറിയാൽ കഫാഹു അല്ലാഹു ഹമ്മ ദുനിയാഹു. ദുനിയാവിന്റെ വിഷമങ്ങളൊക്കെ അല്ലാഹു തീർത്തു കൊടുക്കും. ദുനിയാവിന്റെ വിഷമങ്ങൾ അല്ലാഹു തീർത്തു കൊടുക്കും. അത് റെഡിയാണ്, അതിൽ ഒരു തർക്കവുമില്ല. അത് ഔലിയാക്കൾക്ക് മാത്രമുള്ള വിഷയമല്ല. സഹോദരങ്ങളെ, ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നമുക്കൊക്കെയുണ്ടത്, എല്ലാവർക്കും ലഭിക്കും. പക്ഷേ ഹമ്മുൽ ആഖിറയാകണം. ലക്ഷ്യം അല്ലാഹു തആലാക്ക് ഞാൻ ചെയ്യുന്ന വിഷയത്തിൽ എന്റെ വീക്ക്നെസ്, എന്റെ വീഴ്ച, അത് ചിന്തിച്ചിട്ടാകണം എന്റെ വിഷയം നന്നാക്കണമെന്നുള്ളത്. അള്ളാഹുവിലേക്ക് നമ്മൾ തിരിക്കുന്ന മനസ്സ് റെഡിയാണോ, നമ്മുടെ ടെൻഷൻ അള്ളാഹു മാറ്റിത്തരും. അതേ സമയത്ത് വമൻ തശഅബതുൽ ഹുമൂം, വിവിധ ഉദ്ദേശങ്ങൾ ഒരാളങ്ങോട്ട് പൊതിഞ്ഞു, ഒന്നു രണ്ടു അല്ല, 100 കണക്കിനുണ്ട്. ലം യുബാലില്ലാ, അള്ളാഹു പരിഗണിക്കുന്നില്ല. ഫീ അയ്യി ഔദിയത്തിദ് ദുനിയാ ഹലക്, ദുനിയാവിലെ ഏത് മലഞ്ചെരിവിൽ അവൻ മരിച്ചാലും ശരി, അള്ളാഹു തആലാക്ക് ഒരു വിഷയമല്ല. അവന്റെ മരണം പോലും വിഷയമല്ല. അപ്പൊ ആഖിറത്തിന്റെ കൃഷി, ദുനിയാവിന്റെ കൃഷി. ഏതാണ് ആഖിറത്തിന്റെ കൃഷി? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹർസുൽ ആഖിറ, ആഖിറത്തിന്റെ കൃഷി അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്. ഇന്ന് നമ്മൾ ഓതിയില്ലേ, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. അത് രണ്ടുമാണ് ദുനിയാവിന്റെ കൃഷി. ദുനിയാവിന്റെ കൃഷി അൽ മാലു വൽ ബനൂൻ, സമ്പത്തും സന്താനങ്ങളുമാണ്. ആഖിറത്തിന്റെ കൃഷി എന്നൊന്നും ശേഷിക്കുന്ന കർമ്മങ്ങളാണ്, സുഹൃതങ്ങളാണ്. ബാഖിയാത്തുസ് സ്വാലിഹാത്ത്, നിലനിൽക്കുന്ന കർമ്മങ്ങൾ, സുഹൃതങ്ങൾ. ആഖിറത്തിലെത്തുമ്പോൾ അയാൾക്ക് സന്തോഷത്തിന് വകുപ്പായി കിട്ടുന്നത്. അവിടെയും അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് എന്നതിന് വിവിധ തഫ്സീറുകളുണ്ട്.
അതിന്റെ ഒരു തഫ്സീറാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്റാണ് ബാഖിയാത്തു സ്വാലിഹാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വിവക്ഷിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, സൽക്കർമ്മങ്ങൾ സുഹൃതങ്ങളാണ് ഉദ്ദേശം. അതാണ് ആഖിറത്തിന്റെ കൃഷി. അത് ലക്ഷ്യമാക്കി ജീവിക്കുന്ന ആളാണെങ്കിൽ നസിദ് ലഹു ഫീ ഹർത്തിഹി, അവന്റെ കൃഷിയിൽ അവന് വർധനവ് കൊടുക്കും. എങ്ങനെ? ആ കൃഷി ചെയ്യാൻ അല്ലാഹു തആല അവന് കരുത്ത് കൊടുക്കും, ശക്തി കൊടുക്കും. ആ കൃഷി ചെയ്യുന്ന സമയത്ത് അള്ളാഹു അവന് ആരോഗ്യം കൊടുക്കും, സഹായം കൊടുക്കും. അള്ളാഹു പറയുന്നത് അങ്ങനെയാ വിശദീകരിക്കുന്നത്, അതിന്റെ വളർച്ച വലുതാക്കും. എന്നിട്ട് അതിന് കൊടുക്കുന്ന കൂലിയോ 10 മുതൽ 700 വരെ. അതുകൊണ്ട് തീരുന്നില്ല. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് വീണ്ടും വർധനവുണ്ട്. അതാണ് നസീദ് ലഹു ഫീ ഹർത്തിഹി. എത്രയെന്ന് പറയാൻ കഴിയൂല. ആഖിറത്ത് ലക്ഷ്യമാക്കിയാണോ ചെയ്യുന്നത്, എന്നാൽ ചെയ്യാനുള്ള കഴിവും കരുത്തും തരും. സംഭാവന ബക്കറ്റ് വരുന്നുണ്ട്, എല്ലാവരും കൂട്ടും. അതേ സമയത്ത് അവന്റെ അധ്വാനം മുഴുവനും ദുനിയാവിൽ നിന്ന് വല്ലതും ലഭിക്കാൻ വേണ്ടിയാണ്. ആഖിറത്തിലേക്ക് ഒരു വിചാരവും ഇല്ല. അൽ ബത്താൽ കുല്ലിയ തീരെ തന്നെ. എന്നാൽ അല്ലാഹു തആല അവന് ആഖിറവും തടയും, ദുനിയാവും തടയും. അള്ളാഹു ഉദ്ദേശിച്ചാൽ വല്ലതും കൊടുക്കും. ലക്ഷ്യമാക്കിയിട്ടില്ലെങ്കിലോ ഇവിടത്തേതുമില്ല അവിടത്തേതുമില്ല, രണ്ടും പോകും. ഇമാം ഇബ്നു കസീർ പറയുന്നു, വഫാസ ഹാദ സായി, ഈ അധ്വാനിക്കുന്ന മനുഷ്യൻ ഈ നിയ്യത്ത് കൊണ്ട്, ഏത് നിയ്യത്ത്? ദുനിയാവ് മാത്രം നിയ്യത്താക്കിയത് കൊണ്ട് അയാൾ നഷ്ടക്കച്ചവടത്തിലാണ്. ദുനിയാവിലും ആഖിറത്തിലും നഷ്ടക്കച്ചവടത്തിലാണ്, ലാഭക്കച്ചവടത്തിലല്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഇത് ധാരാളം വിശദീകരിച്ചിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ. നിങ്ങൾ നോക്കി, ആയത്തിൽ വലിയ സൗന്ദര്യമുണ്ട്. രണ്ടും രണ്ട് രൂപത്തിലാണ് അല്ലാഹു പറഞ്ഞത്. ആഖിറത്തിന്റെ കൃഷി ഉദ്ദേശിക്കുന്നുണ്ടോ? നസിദ് ലഹു ഫീ ഹർത്തിഹി, കൃഷിയിൽ നമ്മൾ വർധനവ് കൊടുക്കും. അല്ലാഹു ആദ്യം ഇവിടെ പറഞ്ഞത് ദുനിയാവിന്റെ കൃഷിയെ പറ്റിയല്ല, ആഖിറത്തിന്റെ കൃഷിയെ പറ്റിയാണ്. ആയത്തിൽ അള്ളാഹു ആദ്യം പറഞ്ഞത് ദുനിയാവ് കഴിഞ്ഞിട്ടല്ലേ ആഖിറം. പക്ഷെ അള്ളാഹു ആദ്യം മുന്തിച്ചത് ഏതാ? ഹർസുൽ ആഖിറ, ആഖിറത്തിന്റെ കൃഷിയാണ്. ദുനിയാവിന്റെ കൃഷി ഉദ്ദേശിക്കുന്നവനേക്കാൾ അള്ളാഹു തആല മുന്തിച്ചു പറഞ്ഞത്. എന്തേ കാരണം? ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, വദാലിക യദുല്ലു അല തഫ്ളീൽ, അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ മേൽ അറിയിക്കുന്നുണ്ട്. ലിഅന്നഹു വസഫഹു ബികൗനിഹി ആഖിറ, അത് അവസാനിക്കുന്നതാണ്, അവസാനം വരുന്നതാണ് എന്ന് അല്ലാഹു തആല വിശേഷിപ്പിച്ചു. എന്നിട്ട് ആദ്യം അതിനെ അല്ലാഹു തആല പറഞ്ഞു. എന്തിന്? അവസാനം പോകുന്ന ലോകത്ത് ആദ്യം പാലം കടക്കാൻ വേണ്ടി. തങ്ങൾ പറഞ്ഞു, അലാ ഖൗലിഹി നഹ്നുൽ ആഖിറൂന സാബിഖൂൻ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നമ്മൾ അവസാനം വന്ന കൂട്ടരാണ്. അവസാനത്തെ ഉമ്മത്താണ് ഈ ഉമ്മത്ത്. ഇനി ഒരു ഉമ്മത്ത് വരാനില്ല. പക്ഷേ അസ്സാബിഖൂന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മുൻപന്തിയിൽ പോകുന്നവരാണ്. സിറാത്തിലൂടെ മാത്രമല്ല, മീസാൻ തൂക്കുന്നിടത്ത് മാത്രമല്ല, ഹിസാബ് നടക്കുന്നിടത്ത് മാത്രമല്ല, അതുപോലെ തന്നെ ഹൗദിൽ നിന്ന് പാനം ചെയ്യുന്നിടത്ത് മാത്രമല്ല, എല്ലാ ഘട്ടങ്ങളിലും അസ്സാബിഖൂന യൗമൽ ഖിയാമ. അപ്പൊ ആഖിറം അവസാനം വരുന്നതാണെങ്കിലും അവസാനം വരുന്നിടത്ത് ആദ്യം പോകാൻ കഴിയണം. അതിനാണ് ആയത്തിൽ ആദ്യം ആഖിറത്തിന്റെ കൃഷി അല്ലാഹു മുന്തിച്ചു പറഞ്ഞത്. രണ്ടാമത്തെ വിഷയം, ആഖിറത്തിന്റെ കൃഷിയെ പറഞ്ഞിടത്ത് വർധനവും, ദുനിയാവിന്റെ കൃഷി ഉദ്ദേശിക്കുന്നിടത്ത് മിൻഹാ, അല്പം നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞു. എന്തേ അതിന്റെ അർത്ഥം? ദുനിയാവിൽ കൊടുക്കുന്നത്, അല്ലാഹു തആല കൊടുക്കുന്നത്, ദുനിയാവിലെ കൊടുക്കുന്നത് ചുരുക്കി കൊടുക്കുന്നു. ആഖിറത്തിൽ കൊടുക്കുന്നതോ വർധനവ് കൊടുക്കുന്നു. ആഖിറത്തെ ഉദ്ദേശിച്ച്, ദുനിയാവിനെ ഉദ്ദേശിച്ചാവുമ്പോ കുറച്ചു കൊടുക്കും അല്ലേ? അല്ലാഹു തആലാന്റെ ഖളായിൽ തൃപ്തിപ്പെട്ടു. ഉമ്മമാരെ, ബഹുമാനപ്പെട്ട ബീവി ഉമ്മു സലീം റളിയല്ലാഹു അൻഹ, അങ്ങനൊന്നും ഒരു പെണ്ണിന് ചെയ്യാൻ കഴിയൂല കേട്ടോ. അത്ര ഒരു ഹിമ്മത്ത് ഒരു പെണ്ണിനുണ്ടാവില്ല. കുഞ്ഞ് മരണപ്പെട്ടപ്പോ അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിനെ പോലും വിവരം അറിയിക്കാതെ ആ കുട്ടിയെ കുളിപ്പിച്ച് വൃത്തിയാക്കി
കഫൻ ചെയ്ത് ഒരു ഉമ്മയാണ് റെഡിയാക്കി വെച്ച് പിന്നെ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നപ്പോ സങ്കടപ്പാടോടുകൂടെ വിഷയങ്ങളൊന്നും പറയാതെ, അത് ഈ കുട്ടിയോട് ആ ഉമ്മാക്ക് വാത്സല്യമോ സ്നേഹമോ ഇല്ലാഞ്ഞിട്ടല്ല, അള്ളാഹുവിന്റെ ഖലായിലുള്ള തൃപ്തിയാണത്. പടച്ച റബ്ബ് എനിക്ക് അങ്ങനെയാണ് ഖലാക്കെങ്കിൽ പടച്ച റബ്ബെ എനിക്ക് അതിൽ ശേഷം നിന്റെ ഖലായിൽ ഒരു നിലക്കും എനിക്ക് സങ്കടമില്ല. കുട്ടിയോടുള്ള വാത്സല്യവും സ്നേഹവും കൊണ്ട് സങ്കടങ്ങളൊക്കെ അടക്കി പിടിച്ചു. അതിനെത്ര വലിയ കഴിവ് വേണം. എന്നിട്ട് ജോലി കഴിഞ്ഞ് പുറത്തുനിന്ന് വരുന്ന ഭർത്താവിന് പെട്ടെന്ന് ക്ഷീണത്തിന്റെ ഒരു മുഖം കാണിക്കരുത്. അതാണ് ഉമ്മമാരെ നമ്മൾ നിർവഹിക്കേണ്ടത്. വിവിധ ശുഗലുകളിൽ പെട്ട് വരുന്നുണ്ടാകും. വീട്ടിൽ കയറുമ്പോഴേക്കന്നെ ആവശ്യങ്ങൾ പറഞ്ഞാൽ ഒരുപക്ഷെ മടുപ്പും ചിലപ്പൊക്കെ പ്രതികരണവും കിട്ടും. അങ്ങനെ ആകരുത്, സന്തോഷാവസ്ഥയാകണം. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു വന്ന് ഇരുന്നപ്പോഴേക്ക് ചോദിച്ചു, കുട്ടി എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമല്ലോ. അങ്ങനെ പോകുമ്പോ കുട്ടിക്ക് സുഖമില്ല. ഉമ്മു സുലൈം ബീവിന്റെ മറുപടിയോ നല്ല മറുപടിയല്ലേ. രണ്ട് ഉത്തരത്തിനും ഫിറ്റായ വാക്കാ പറഞ്ഞു. നേരത്തെ ഉള്ളതിനേക്കാൾ ശാന്തതയാണ് കുട്ടി. നല്ല ശാന്തന, ഉറപ്പന്നല്ലേ. പിന്നെ വിട്ട് ആക്രമം പോയ ശാന്തിയല്ലേ, കുട്ടിക്കൊരു ദോഷമില്ലല്ലോ. കേൾക്കുന്ന ആൾക്ക് എന്ത് തോന്നും? ലോകം കുറെ മാറിയിട്ടുണ്ട്, ഇപ്പൊ നല്ല സുഖാണ്. അതും ആ വാക്കിൽ നിന്ന് വായിച്ചെടുക്കാം. ബീവി അർത്ഥമാക്കിയ അർത്ഥവും അതിൽ നിന്ന് വായിച്ചെടുക്കാം. വൈകുന്നേര സമയം ഭക്ഷണം കഴിച്ചു. രണ്ടുപേരും അവരുടെ കിടപ്പറയിൽ ഭാര്യ ഭർത്താക്കന്മാർ അനുഭവിക്കുന്ന സുഖങ്ങൾ അനുഭവിച്ചു. ഭർത്താവിന് എല്ലാവിധ സന്തോഷങ്ങളും പകർന്നു നൽകിയ ശേഷം ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് റെഡിയായി അവരുടെ സല്ലാപങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഒരു ചോദ്യം, അതും എടുത്തുചാട്ടമില്ല. അയൽവക്കത്തെ വീട്ടുകാർ ഒരു വസ്തു നമുക്ക് വായ്പയായി തന്നിട്ട് കൊടുക്കേണ്ട ഡേറ്റ് എത്തിയാ കൊടുക്കണ്ടേ? അതിലെന്താ സംശയം? കൊടുക്കണം. ഡേറ്റ് ഇന്നാണെങ്കിൽ ഇന്ന് കൊടുക്കണം, നാളെ കൊടുക്കണം. എന്നാ പിന്നെ അള്ളാഹു നമുക്ക് എന്നെന്നും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചതല്ല നമ്മുടെ മക്കൾ. അങ്ങനെ തോന്നുന്നുണ്ട് ആർക്കെങ്കിലും എന്നെന്ന് ഏൽപ്പിച്ചാണ്? അല്ല, താൽക്കാലികമായി തന്നത്. ആ കിട്ടുന്ന ലെവലിൽ എന്താക്കണം? അവരെ നന്നാക്കിയിട്ട് നന്മയിൽ പ്രതിഫലിപ്പിക്കണം. എത്ര ബാപ്പമാര് ബാക്കി മക്കളൊക്കെ പോയവരെത്രണ്ട് ഇല്ലേ? എത്ര ആളുകളുണ്ട് അങ്ങനെ? അപ്പോ അള്ളാഹു തആല താൽക്കാലികമായി നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച കുഞ്ഞിനെ അള്ളാഹു തിരിച്ചു വിളിച്ചിരിക്കുന്നു. ബാക്കിയുള്ള കർമ്മങ്ങൾ ചെയ്യണം. കുളിപ്പിക്കൽ ഞാൻ നടത്തിയിട്ടുണ്ട്, കഫൻ ചെയ്യലും നടത്തിയിട്ടുണ്ട്. അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രതികരണത്തിൽ മഹാനവറുകൾ പറഞ്ഞു, ഞാൻ സങ്കടത്തിന്റെയും സന്തോഷത്തിന്റെയും നടുവിലായി. ഉമ്മു സുലൈം ബീവി ഇതുവരെ നിർവഹിച്ച കാര്യങ്ങളിൽ എനിക്ക് വലിയ സന്തോഷം തോന്നി. എന്റെ മനസ്സിനെ ഒരിക്കലും വ്രണപ്പെടുത്തരുത് എന്നും വിഷമിപ്പിക്കരുത് എന്നും ഉദ്ദേശിച്ച് എത്ര പാടുപെട്ടാണ് ആ മഹദി കരുക്കൾ നീക്കിയത്. എല്ലാം അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടിയാണ്. ഞാൻ വർധനവ് ഉദാഹരണം പറയാൻ, ആഖിറത്തിന്റെ ലക്ഷ്യം വെച്ചപ്പോ അള്ളാഹു കൊടുത്ത വർധനവ് ശരിക്കും ശ്രദ്ധിച്ചോളൂ. അതിനാണ് കാതും കുറിപ്പിച്ച് കേട്ടോളൂ. മക്കളൊക്കെ ഉണ്ടാകുമ്പോ എന്താ മുറാദ്, എന്താ ഉദ്ദേശം എന്നൊക്കെ ശരിക്കും നല്ല ഉദ്ദേശം വേണം. എന്നാ നല്ലോണം കൊയ്തെടുക്കാം, അല്ലേ? ഇത് ഞാൻ ഉണ്ടാവുള്ളൂ, ആഖിറൊന്നും ഉണ്ടാവില്ല. മഹദി ആ പൊരുത്തം വിചാരിച്ച് ഈ കുട്ടി നഷ്ടപ്പെട്ടെങ്കിലും അന്നത്തെ രാത്രിയുള്ള സമ്പർക്കത്തിൽ ഭർത്താവിനെ സന്തോഷിപ്പിച്ചു. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു രാത്രി തന്നെ ആ കുട്ടിയെ മറവു ചെയ്തു. രാവിലെ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിഷയം പറഞ്ഞു. ഇങ്ങനെ സംഭവിച്ചു. അല്ലാഹുവിന്റെ ഹബീബ് ചിരിച്ചു. ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹയുടെ ഈ പ്രവർത്തനങ്ങൾ കേട്ട് സന്തോഷത്തോടെ പറഞ്ഞു, ബാറക്കല്ലാഹു ലക്കുമാ ഫീ ലൈലത്തിക്കുമാ, നിങ്ങളുടെ ഇന്നലത്തെ രാത്രിയിൽ അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ ഒറ്റ ദുആ. അതാ അത് കഴിഞ്ഞൊരു 9 മാസമാകുമ്പോഴേക്ക് ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുട്ടിയെ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ പ്രസവിച്ചതും രാത്രിയാണ്. അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മോനെ കുട്ടിയെ നോക്കണം, ഉമ്മാക്ക് ചെറിയ ക്ഷീണമുണ്ട്. അന്നത്തെ ഒരു പതിവുണ്ട്,
ഒരു ഉമ്മ ഒരു വീട്ടിൽ പ്രസവിച്ചാൽ അയൽവക്കത്തെ വീട്ടിൽ പലയിടത്തുനിന്നും പാൽ ചുരത്തുന്ന പാൽ കൊടുക്കുന്ന കുട്ടികൾ ഉമ്മമാര് വരും അവരെ കുട്ടികൾ എടുത്തിട്ട്, എന്നിട്ട് സന്തോഷത്തിന് ഈ കുഞ്ഞിനെടുത്തൊന്ന് മുലപ്പാൽ കൊടുക്കും. അങ്ങനെ സന്തോഷം ഉണ്ട് അന്ന്. അങ്ങനെ ഒരു വിധവാത്തിന് വരും. പഴയ കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു മുലകുടി ബന്ധം സ്ഥിരപ്പെട്ടോട്ടെ, കാരണം അയൽക്കത്തുള്ളവരാകുമ്പോൾ കാണേണ്ടി വരുമല്ലോ എന്ന് കരുതിയിട്ട് അതൊന്ന് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിരുന്ന പിന്നെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഒക്കെ മഹറമായി ചെയ്തു, കാണേണ്ടതും ചെയ്യും, കാണാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണല്ലോ. അതിനുവേണ്ടി പഴയ കാലത്ത് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. കുട്ടികളെ കൊണ്ട് കുട്ടികൾക്ക് മുലയെടുപ്പിക്കും. എപ്പോഴും പറ്റൂല കേട്ടോ, 2 വയസ്സിന്റെ ഉള്ളിൽ ആകണം, കൊടുക്കേണ്ട രൂപത്തിൽ കൊടുക്കുകയും വേണം, അപ്പോഴൊക്കെ സ്ഥിരപ്പെടും. ഇരിക്കട്ടെ, ആരെയും നീ അടുപ്പിക്കരുത്, കുട്ടിയെ നല്ലോണം നോക്കണം എന്ന് പറഞ്ഞു. നേരം വെളുത്താൽ കുട്ടി എടുത്തിട്ട് വേഗം പോകണം ഇലാ ഹദ്റത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ ഉമ്മ കുറച്ച് കാരക്കയും കൊടുത്തു, നേരെ കൊണ്ടുപോയി. ആ കുട്ടിയെ അങ്ങനെ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയെ കൊണ്ട് വാങ്ങി. കുട്ടിയെ മടിയിലെത്തി, മടിയിൽ വെച്ച് തങ്ങൾ ആ കുട്ടിക്ക് നല്ലോണം ബർക്കത്തിന് ദ്വാരുന്നു. ഈ കുട്ടിക്ക് ബർക്കത്തിന് ദ്വാരുന്നു കുറച്ചു മുമ്പ്. എന്ന് മറ്റേ ആ കുട്ടി മരിച്ച് ആ സന്തോഷാവസ്ഥയിൽ അള്ളാഹുവിന്റെ ഖലായിൽ പൊരുത്തപ്പെട്ടപ്പോ അന്നൊരു ബർക്കത്തിന് ദ്വാരുന്നു. ഇന്നും തങ്ങൾ ബർക്കത്തിന് ദ്വാരുന്നു. കുട്ടിക്ക് അബ്ദുല്ലാ എന്ന് പേര് വിളിച്ചു. കാരക്കുണ്ടോ മോനെ? കാരക്കുണ്ട്. കാരക്ക കൊടുത്തു. തങ്ങളത് ചവച്ച് ആ കുട്ടിക്ക് മധുരം കൊടുത്തു. പിന്നെ നിങ്ങൾ നോക്കുക അള്ളാഹു കൊടുത്ത വർധനവ്. ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹയും ഭർത്താവും ആഖിറത്തിന്റെ കൃഷി ലക്ഷ്യമാക്കിയപ്പോ, അള്ളാഹുവിന്റെ ഖലായിൽ പൊരുത്തപ്പെട്ടങ്ങ് ജീവിച്ചപ്പോ അതിന്റെ പേരിൽ വിഷമങ്ങളൊന്നും ഉണ്ടാക്കിയില്ല, ഒരു സങ്കടപ്പാടുണ്ടാക്കിയില്ല. അത്രയും പൊരുത്തു അള്ളാഹുവിന്റെ വിധിയിൽ. ഈ കുട്ടിയിൽ അള്ളാഹു തആല, ഈ അബ്ദുല്ലാഹി എന്ന കുട്ടിയിൽ അള്ളാഹു 9 മക്കളെ കൊടുത്തു, പേരക്കുട്ടികൾ. കുല്ലുഹും ഖദ് യഖറഊനൽ ഖുർആൻ, എല്ലാവരും ഖുർആൻ ഹാഫിളുകളാണ്. നസീദ് ലഹു ഫീ ഹർസിഹി, കൃഷിയിൽ അള്ളാഹു തആല കൊടുത്ത വർധനവ് കൊണ്ടോ ലക്ഷ്യം ആഖിറമായപ്പോൾ അള്ളാഹു തആല വർധനവ് കൊടുത്തു. അങ്ങനെ കർഷകന്മാർക്ക് വർധനവ് കിട്ടിയതുണ്ട്. ഖുർആൻ തന്നെ പറയുന്നുണ്ട്. നല്ലോണം സ്വതക്ക ചെയ്യുന്ന ബാപ്പ, ഞാനൊക്കെ പറഞ്ഞാൽ നീണ്ടുപോകും. സ്വതക്ക ചെയ്യുന്ന ബാപ്പ, ആ ബാപ്പക്കൊരു സ്വഭാവമുണ്ട്. എല്ലാ കൊല്ലവും കൃഷി വിളവെടുക്കുന്ന സമയത്ത് മിസ്കിന്മാര് വരും വിവിധ നാട്ടിൽ നിന്ന്. അദ്ദേഹം ഒരു ഭാഗം എടുത്തിട്ട് അവിടെ വെക്കും, മക്കൾക്കും കുടുംബത്തിനും ഒരു കൊല്ലം ജീവിക്കാണ് കുറച്ച്. ബാക്കി ആ വരുന്ന ആളുകൾക്കൊക്കെ അങ്ങനെ കൊടുക്കും. കൊണ്ടേക്കൊള്ളി എല്ലാവർക്കും കൊടുക്കും. അങ്ങനെ ആ ഡേറ്റ് ആളുകൾക്കിടയിൽ പ്രസിദ്ധമായി. നാട്ടിലുണ്ടാവില്ല, നമ്മുടെ നാട്ടിൽ അങ്ങനെ കൊടുത്താൽ പ്രസിദ്ധമാവും. കൊടുക്കാനായി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ലതുമാണ്. ആളുകൾ ആ ഡേറ്റ് നോക്കിയിട്ട് വരും. അത് ഈ കൊടുക്കുന്ന ആള് മനസ്സറിഞ്ഞ് ഇങ്ങനെ കൊടുക്കുന്നോണ്ട് വരും. അങ്ങനെ ജീവിതകാലം മൊത്തം കൊടുത്തു. അദ്ദേഹം മരണപ്പെട്ടപ്പോ ഈ കൃഷി മക്കളെ കയ്യിലേക്ക് വന്നു. മക്കളെ കയ്യിൽ വന്ന് പിറ്റത്തെ കൊല്ലം, അഥവാ വാപ്പ കൊടുത്ത ഡേറ്റ്, ആ ഡേറ്റ് ഇങ്ങനെ വരാൻ നിൽക്കുകയാണ്. ആളുകളൊക്കെ മിസ്കീന്മാരും ഫക്കീറന്മാരൊക്കെ പല ഭാഗത്തുനിന്നും വരാൻ നിൽക്കുകയാണ്. അങ്ങനെ വരാൻ നിന്നപ്പോ ഇവരൊന്ന് ചർച്ച ചെയ്തപ്പോ ആർക്കും കൊടുക്കണ്ട എന്നുള്ള തീരുമാനത്തിനാണ് കൂടുതൽ ബലം കിട്ടിയത്. അപ്പൊ എന്താ കൊടുക്കണ്ട നമ്മൾ പറയുമ്പോ ആളുകൾ ചോദിക്കൂലേ, എന്തെങ്കിലും ന്യായം പറയണ്ട. ഇത് നമുക്ക് പറയാം. അന്ന് ബാപ്പക്ക് നമ്മൾ 3 മക്കളെ, ഇന്ന് നമ്മൾ ഓരോരുത്തർക്കും 3 മക്കളുണ്ട്, അപ്പൊ 9 ആയി. ബാപ്പക്ക് അന്ന് 3 മക്കളായതുകൊണ്ട് കൊടുക്കാൻ വാക്ക് പ്രയാസമല്ലേന്നു. ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും 3 എണ്ണല്ലേ, അതുകൊണ്ട് കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചു. ആ തീരുമാനപ്രകാരം ആഖിറത്തെ ഉദ്ദേശിച്ച് കൊടുത്ത ബാപ്പക്ക് ഇഷ്ടംപോലെ സ്വത്ത് ഓരോ വർഷവും അല്ലാഹു തആല ഇങ്ങനെ ഏറ്റി കൊടുക്കുകയായിരുന്നു. ഒരൊറ്റ വർഷവും അദ്ദേഹത്തിന് വിളവെടുപ്പിൽ നാശം സംഭവിച്ചിട്ടില്ല. കാരണം ഓരോ വർഷവും ഇത് ഉണ്ടാകുന്നതിൽ വലിയൊരു പങ്ക് ആർക്കാ കൊടുക്കുന്നത്? മിസ്കീന്മാർക്കാണ്, ഫക്കീറന്മാർക്കാണ്. അല്ലാഹു തആല വജീ വിചാരിച്ചു, ഒരു കാശ് ഉദ്ദേശിച്ചിട്ടല്ല. അപ്പൊ അതുകൊണ്ട് അള്ളാഹു വർദ്ധിപ്പിച്ച് അങ്ങനെ കൊടുക്കും. ഇവര് ആ കിട്ടിയ കൊല്ലം കൊടുക്കണ്ടാൻ തീരുമാനിച്ച് നേരം വെളുക്കുന്നതിന്റെ മുമ്പായിട്ട് അവരെ തോട്ടത്തിലേക്ക് എത്താൻ വേണ്ടി അവര് രാത്രി തന്നെ പുറപ്പെട്ട്, വേഗം പോണട്ടോ, അല്ലാഹുക്കും മിസ്കിനും ഇന്ന് വരരുത്, പെട്ടെന്ന് അവിടെ എത്തണം. അവര് പുറപ്പെട്ടു. നേരം വെളുക്കാ നേരത്ത് അവിടെ എത്തി നോക്കുമ്പോ മുഴുവനും കത്തി കരിഞ്ഞു ഉണങ്ങി നിൽക്കും. അപ്പൊ അവര് ചോദിച്ചു, നമ്മൾ തോട്ടം മാറിയോ, വഴി മാറിയോ, വേറെ തോട്ടാണ്, നമ്മൾ തെറ്റിപ്പോയതാണ്. അപ്പൊ അവരുടെ കൂട്ടത്തിൽ നിന്ന് ആൾക്കാരെ വന്ന്, തെറ്റിയതല്ല, പിന്നെ നമുക്ക് കിട്ടേണ്ടത് അള്ളാഹു തടഞ്ഞതാണ്. ബൽ നഹ്നു മഹ്റൂമൂൻ.
നമ്മൾ കൊണ്ടുപോകാൻ തീരുമാനിച്ചതിൽ നിന്ന് ഒന്നുപോലും ബാക്കി വെക്കാതെ അല്ലാഹു തആല കത്തിച്ച് കരിച്ച് ചാമ്പലാക്കി കളഞ്ഞു. അവര് മടങ്ങി, തൗബ ചെയ്ത് മടങ്ങി. അല്ലാഹുവിനോട് പറഞ്ഞു, അസാ റബ്ബുനാ യുബ്ദിലനാ ഖൈറൻ മിൻഹാ ഇന്നാ ഇലാ റബ്ബിനാ റാഗിബൂൻ. നമ്മള് പകരം കിട്ടിയാൽ നമ്മൾ ഇനിയും കൊടുക്കും. നമ്മൾ കൊടുക്കാൻ തീരുമാനം കൊടുക്കണ്ടെന്നല്ല, അല്ലാഹു തആല അവർക്ക് പകരം കൊടുത്തു. ഈ സ്വത്തിനേക്കാളും അധികമുള്ള സ്വത്താണ് മുന്തിരിത്തോട്ടങ്ങൾ, കാരക്കത്തോട്ടങ്ങൾ. അല്ലാഹു പകരം കൊടുത്തു. അപ്പോൾ പിന്നെ അവർ കൊടുക്കാൻ തുടങ്ങി. അവർ ലക്ഷ്യം നന്നാക്കിയപ്പോ അല്ലാഹു തആല അവർക്ക് നല്ല വിളവെടുപ്പ് കൊടുത്തു. അതുകൊണ്ട് ആഖിറത്തിന്റെ കൃഷിയാണോ ഉദ്ദേശിക്കുന്നത്, എന്നാൽ വർധനവ് ലഭിക്കും. ദുനിയാവിൽ കൊടുക്കുന്നതും ആഖിറത്തിൽ കൊടുക്കുന്നതും രണ്ട് രൂപത്തിലാണ് ഇവിടെ അല്ലാഹു പറഞ്ഞത്. ദുനിയാവിൽ കൊടുക്കുന്നതിനെ പറ്റി നൂതിഹി മിൻഹാ, കുറച്ചു കൊടുക്കും എന്നാ പറഞ്ഞത്. അതുകൊണ്ട് എന്താണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഫൽമാനാ അന്നഹു യുതീഹി ബഅദ മാ യത്ലുബുഹു, തേടുന്നതിൽ നിന്ന് അല്പമേ കിട്ടൂ. വലാ യുതയന്ന കുല്ലുഹു, മുഴുവനും കൊടുക്കൂല, മുഴുവനും കിട്ടൂല. കാരണം അല്ലാഹു പറഞ്ഞത് തന്നെ അങ്ങനെയാണ്, നൂതിഹി മിൻഹാ. ഇവിടെ ആർക്ക് എത്ര കോടിക്കണക്കിന് അല്ലാഹു കൊടുത്തിട്ടുണ്ടോ, നൂതിഹി മിൻഹാ, ശകലമേ കൊടുത്തിട്ടുണ്ടോ, ഫുള്ള് ഒരാൾക്കും കൊടുത്തിട്ടില്ല. ഫുള്ള് ആർക്കും കിട്ടുമെന്ന് വിചാരിക്കുകയും വേണ്ട, അത് കിട്ടുകയും ഇല്ല. ദുനിയാവിന്റെ കൃഷി മാത്രം ഉദ്ദേശിച്ച് അങ്ങനെ പതിവാക്കി നടന്നാലും, അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയാലും കൊടുക്കുന്നവൻ അല്ലാഹുവല്ലേ. അല്ലാഹു മുഴുവനും കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. നൂതിഹി മിൻഹാ, അതിൽ നിന്ന് ശകലം കൊടുക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആഖിറത്തിനെ പറ്റിയോ, നസിദ് ലഹു ഫീ ഹർസിഹി, ആഖിറത്തിന്റെ അമലുകൾ നല്ല പ്രതീക്ഷയോടുകൂടെ താല്പര്യത്തോടുകൂടെ വർദ്ധിപ്പിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനും വർധനവ് കൊടുക്കുന്നു. ദുനിയാവിൽ അല്ലാഹു തആല അവന് കൊടുത്തതിലും ബറക്കത്ത് അല്ലാഹു ഏറ്റിക്കൊടുക്കുന്നു. ഇഷ്ടം പോലെ അല്ലാഹു തആല കൊടുക്കുന്നു. അതേപോലെ തന്നെ ആഖിറത്തിന്റെ കൃഷി തേടുന്ന ആളെ പറ്റി അല്ലാഹു പറഞ്ഞു, കൃഷിയിൽ നമ്മൾ വർധനവ് കൊടുക്കും. ദുനിയാവിൽ കൊടുക്കുന്നതിനെ പറ്റി, ദുനിയാവ് കൊടുക്കുമോ ഇല്ലേ, രണ്ടും അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. ആഖിറത്തിന്റെ കൃഷി ഉദ്ദേശിക്കുന്ന ആൾക്ക് ആഖിറത്തിന്റെ കൃഷിയിൽ വർധനവ് കൊടുക്കും. ദുനിയാവിൽ കൊടുക്കുമോ ഇല്ലേ, ഒന്നും അല്ലാഹു പറഞ്ഞിട്ടില്ല. കൊടുക്കുന്നും പറഞ്ഞിട്ടില്ല, കൊടുക്കൂല എന്നും പറഞ്ഞിട്ടില്ല. ആഖിറത്തിന്റെ കൃഷിയിലാ പറഞ്ഞത്. അതേ സമയത്ത് ദുനിയാവിന്റെ കൃഷി തേടുന്ന ആൾക്കോ ദുനിയാവിന്റെ കൃഷിയിൽ നിന്ന് കൊടുക്കൂല എന്ന് അല്ലാഹു പറഞ്ഞില്ല, കൊടുക്കും. പക്ഷേ അവിടെ അല്ലാഹു വ്യക്തമാക്കി പറഞ്ഞ ഒന്നുണ്ട്, ആഖിറത്തിലൊരു വിഹിതവും കൊടുക്കൂല. ആഖിറത്തിലൊരു വിഹിതവും കൊടുക്കൂല എന്നല്ലേ അല്ലാഹു തആല പറഞ്ഞത്. അപ്പോൾ സഹോദരങ്ങളെ, അടിസ്ഥാനപരമായി ആഖിറം ഉദ്ദേശിക്കുന്ന ആൾക്ക് ദുനിയാവും കിട്ടും. അതേ സമയത്ത് ദുനിയാവ് മാത്രം ഉദ്ദേശിച്ച് നടന്നാലോ, ദുനിയാവ് കിട്ടും, ആഖിറം കിട്ടൂല. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ മറ്റൊരു വിഷയമുണ്ട്. ആഖിറത്തിൽ കിട്ടുന്നത് നസീഅത്തുൻ, കടമാണ്. ദുനിയാവിൽ കിട്ടുന്നത് റൊക്കമാണ്. ആഖിറത്തിലെത്തിയിട്ടല്ലേ മറ്റേത് കിട്ടൂ. പൊതുവെ ജനങ്ങൾ പറയും, റൊക്കം കിട്ടുന്നത് പോന്നോട്ടെ, കടമായത് അവിടെ നിന്നോട്ടെ, അതിനിപ്പോ ആളുകൾ മുന്നോട്ട് വരില്ല, അത് ആഖിറത്തിൽ കിട്ടാനുള്ളതല്ലേ. അതേ സമയത്ത് ആഖിറം അത് റൊക്കമാണെങ്കിലും കടമാണെങ്കിലും ആഖിറത്തിൽ കിട്ടുന്നത് വർധനമുള്ളതാണ്, കാലകാലം നിലനിൽക്കുന്നതാണ്. ദുനിയാവിൽ കിട്ടുന്നത് റൊക്കമാണെങ്കിലും അത് തീർന്നു പോകുന്നതാണ്, തകർന്നു പോകുന്നതാണ്. അങ്ങനെ കൂട്ടി നോക്കുമ്പോ നിലനിൽക്കുന്നതാണല്ലോ ഏറ്റവും മുൻപന്തിയിലുള്ളത്. ദുനിയാവിൽ കിട്ടുന്നത് ഏതും അങ്ങനെയാണ്, അതിനൊരു പോരായ്മയുണ്ടാകും, ഒരു കുറവുണ്ടാകും. ആഖിറത്തിൽ കിട്ടുന്നതിനോ അതിന് കമാലിയത്താണ്, പൂർണ്ണതയാണ്, ഒരു കുറവും ഉണ്ടാകൂല. മറ്റൊരു കാര്യം, ദുനിയാവിലെ ഉപകാരങ്ങൾ, ദുനിയാവിലെയും ആഖിറത്തിന്റെയും ഉപകാരങ്ങൾ സഹോദരന്മാരെ, അത് രണ്ട് രൂപത്തിലുമുള്ള കൃഷിയിൽ അതുണ്ടാകും. അതേ സമയത്ത് കൃഷി ചെയ്യുന്ന ആൾ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കണം. പ്രയാസങ്ങൾ സഹിക്കാതെ കൃഷി വരൂല. വിത്തിടണം, എന്നിട്ട് നനക്കണം, വളർത്തണം, കൊയ്തെടുക്കണം. അതുപോലെ തന്നെ അതിന് കേടായി വരുന്നതൊക്കെ വൃത്തിയാക്കണം. രണ്ട് രൂപത്തിലുള്ളതിനെ പറ്റിയും അള്ളാഹു കൃഷി എന്ന് പറഞ്ഞപ്പോ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ദുനിയാവിൽ സമ്പാദ്യം വേണോ, അതിനും പ്രയാസങ്ങൾ സഹിക്കണം.
ആഖിറത്തിൽ സമ്പാദ്യം വേണോ, അതിനും പ്രയാസങ്ങൾ സഹിക്കണം. പക്ഷേ ആഖിറത്തിൽ കിട്ടാനുള്ളത് വർധനവും പൂർണ്ണതയും നിറഞ്ഞതാണ്. ദുനിയാവിൽ കിട്ടുന്നത് തകർന്നു പോകുന്നതും കുറവുമുള്ളതാണ്. അങ്ങനെയാകുമ്പോ ഈ പ്രയാസങ്ങളൊക്കെ സഹിച്ചിട്ട് നിലനിൽക്കുന്നതും വർധനവുള്ളതും പോന്നോട്ടെ. ഇനി മറ്റൊന്ന്, ആരാണ് ഈ ഉദ്ദേശിക്കുന്ന ആള്? അതും ഖുർആൻ മുഫസ്സിറുകൾ പറഞ്ഞു, വൽ മുറാദു അൽ കാഫിറു. ദുനിയാവ് ഉദ്ദേശിക്കുന്ന ആള് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ സത്യനിഷേധിയാണ്, അവിൽ മുനാഫിഖൂ. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ആ ഒരു പോയിന്റിലേക്ക് പോകരുത്. ഹൈസു കാനൂ മഅൽ മുഅ്മിനീൻ. ആ മുനാഫിഖുകൾ വിശ്വാസികളോട് കൂടെയുണ്ട്, നിസ്കരിക്കാനുണ്ട്, അതുപോലെ തന്നെ യുദ്ധം ചെയ്യാനുണ്ട്. യുദ്ധത്തിന് എന്തിനാ അവര് വന്നറിയോ? യുദ്ധത്തിന് വരുന്നത് എന്തെങ്കിലും ഒനിയമത്തൊക്കെ കിട്ടിയാൽ കൊണ്ടുപോകാൻ എഴുതിയിട്ടാണ് അതിന് വന്ന. അവ കൂടെ സത്യത്തിൽ മുഅ്മിനീങ്ങളുടെ കൂടെ തന്നെ നടക്കുന്നത്. അതുകൊണ്ടാണ് യുദ്ധം തുടങ്ങിയപ്പോ, ഉഹുദ് യുദ്ധം തുടങ്ങിയപ്പോ കുറെ ആളുകൾ പിന്തിരിഞ്ഞു പോയി. ലാസ്റ്റ് ഘട്ടത്തിൽ ഗനീമത്തോ കിട്ടി വിജയിച്ചപ്പോ അവരൊക്കെ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുണ്ടായിരുന്നു, ഞങ്ങൾക്കും വേണം വിഹിതം. അപ്പോൾ മനസ്സിലായി ഇവർ എന്തിനാ നേരത്തെ വന്നിരുന്നത് തന്നെ ഇത് കിട്ടാനാണ്. അല്ലാതെ അല്ലാഹു തആല പറഞ്ഞ രൂപത്തിൽ പോരാടാനും അതിനുവേണ്ടി സമരം ചെയ്യാനും പ്രതിരോധിക്കാനും അല്ല അവർ വന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ പിരിഞ്ഞു പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ലക്ഷ്യം അങ്ങനെയായിരുന്നു. ഇത് പറഞ്ഞിട്ടാണ് ഇമാം ഇസ്മായിൽ ഹിഖി തങ്ങൾ പറയുന്നത്, വദഖല ഫീഹി അസ്ഹാബുൽ അഗ്റാദിൽ ഫാസിദ. ദുഷിച്ച ലക്ഷ്യങ്ങൾ ഉദ്ദേശിക്കുന്നവരൊക്കെ ഇതിൽ പെട്ടു. അവർക്ക് കൊടുക്കുന്നതോ മുഴുവനുമല്ല, അനുത്തിഹി മിൻഹാ. ദുനിയാവ് തേടുന്ന ആൾ എപ്പോഴും ഉദ്ദേശിച്ചതുപോലെ കിട്ടൂല. ആർക്കാ സഹോദരങ്ങളെ കിട്ടിയത്? ഒന്നുകിൽ കിട്ടിയെന്ന് തോന്നും, അതിനേക്കാളും കുറവ് വേറൊരു ഭാഗത്ത് നടക്കും. കറക്റ്റായ ഉദ്ദേശം ലഭിക്കൂല. അതുകൊണ്ട് ആഖിറത്തിലേക്കുള്ള കൃഷി ഉദ്ദേശിക്കുക, ആഖിറത്തിലേക്കുള്ള വിത്ത് പാകുക, ആഖിറത്തിലെത്തിയിട്ടത് കൊയ്തെടുക്കാനും കഴിയണം, കൊയ്തെടുക്കാൻ കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനത്തെ കൃഷിയെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. ജിഹാദ് ചെയ്ത് ദീനിന് വേണ്ടി സമരം ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് നടക്കുന്ന ആളുകൾ ഒരുപാട് ക്ഷീണങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണ്. അവരെ ആഖിറത്തിൽ ചിത്രം കാണിച്ചു കൊടുത്തത് അതാ കൃഷി ചെയ്യുന്നു. കൃഷി അവർ വിത്ത് പാകുമ്പോഴേക്ക് വിളവെടുക്കാനായി, പിന്നെയും വിത്ത് പാകുന്നു, വിളവെടുക്കുന്നു. എപ്പോൾ അവർ കൊയ്തെടുക്കുന്നുവോ ഉടനെ തന്നെ അതിൽ കായ്ക്കനികൾ വരുന്നു. ഇവരാരാണ്? ഇവര് നബിയെ, ഇവര് മുജാഹിദുകളാണ്. അഥവാ കഠിനാധ്വാനം ചെയ്ത് പരിശുദ്ധ ദീനിന് വേണ്ടി അധ്വാനിച്ച ആളുകളാണ്. അവർക്കുള്ള പ്രതിഫലമാണ് തീരാത്തത് അല്ലാഹു കാണിച്ചു കൊടുക്കുന്നത്, വർദ്ധിപ്പിക്കുകയാണ്. ഒന്ന് കഴിഞ്ഞപ്പോൾ അതിന്റെ പിറകെ ഒന്നായി, ഓരോന്നോരോന്നായി. ദുനിയാവിൽ മനുഷ്യൻ അവൻ കൃഷി ചെയ്യുന്നവനാണ്, അവന്റെ അമല് കൃഷിയാണ്. ദുനിയാവ് കൃഷിയുടെ ലോകമാണ്. അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ എന്ന് നമ്മളൊക്കെ കേൾക്കാറുണ്ടല്ലോ. ആഖിറം കൊയ്തെടുക്കുന്ന സ്ഥലമാണ്. മരണം അതേ കൊയ്ത്തിന്റെ സമയമാണ്. ആഖിറം അത് വിതറുന്ന സ്ഥലമാണ്. വലാ യഹ്സുദു ഇല്ലാ മാ സറഅഹു. കൃഷി ചെയ്തതല്ലാതെ കൊയ്തെടുക്കാൻ കഴിയൂല. വലാ യകീലു ഇല്ലാ മാ ഹസദഹു. അവൻ കൊയ്യുന്നതല്ലാതെ അളക്കാനും ഉണ്ടാകൂല. അപ്പൊ ആഖിറത്തിൽ കൊയ്തെടുക്കുന്നത് ധാരാളം വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തൗഫീഖാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം. നസിദ് ലഹു ഫീ ഹർതിഹി. ആഖിറത്തിന്റെ കൃഷി ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വർധനവ് കൊടുക്കും. എങ്ങനെ? ബിത്തൗഫീഖി ഫീ അമലിഹി. ആഖിറത്തിന്റെ അമലിൽ അല്ലാഹു അയാൾക്ക് നല്ല ഭാഗ്യം കൊടുക്കും. അബിത്തദ്ഈഫി ഫീ ഇഹ്സാനിഹി. ചെയ്യുന്ന സേവനത്തിൽ അല്ലാഹു വർധനവ് കൊടുക്കും. അയാൾ ചെയ്യുന്ന ഒന്നിന്, ഒരു ഹസനത്തിന് തന്നെ 10 മുതൽ 700 ഇരട്ടി വരെ അല്ലാഹു വർദ്ധിപ്പിക്കും. അയാളെ സദുദ്ദേശം കൊണ്ടാണ്, അത് നല്ല നിയ്യത്ത് കൊണ്ടാണ്. അല്ലെങ്കിൽ അതുകൊണ്ട് ആ കൃഷി കൊണ്ട് അല്ലാഹു കൊടുക്കുന്ന വർധനവ് ദുനിയാവുമുണ്ട് ആഖിറവുമുണ്ട്. രണ്ടും ഉണ്ടല്ലോ. നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഓശാരമായി കൊടുത്തതല്ലേ അധികാരവും സമ്പത്തും. എന്താ വേണ്ടതെന്ന് വെച്ചപ്പോ ഇൽമു സെലക്ട് ചെയ്തു. ഇൽമു സെലക്ട് ചെയ്തപ്പോ ബാക്കി 2 ഓഫറായി കൊടുത്തു.
അതിന് ശുക്ർ ചെയ്തപ്പോൾ അല്ലാഹു തആല അധികാരം ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുത്തു. രാജാക്കന്മാരും ഒരുപാട് ആളുകൾ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ അധികാരത്തിൽ അംഗീകരിച്ചു. പലരും സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ കൂടെ വന്നിട്ട് അള്ളാഹുവിൽ വിശ്വസിച്ചു. അതൊക്കെ കാരണം അല്ലാഹു തആല കൊടുക്കുന്ന ഒരു തൗഫീഖാണ്. അതുകൊണ്ട് അമല് നന്നാക്കണം, ആഖിറത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങളാകണം, ദുനിയാവിന് വേണ്ടി മാത്രമാകരുത്. എന്നിട്ട് അള്ളാഹുവിന്റെ ചോദ്യം നോക്ക്, അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദം ബിഹില്ലാഹ്. അതല്ല, അവർക്ക് പങ്കുകാരുണ്ടോ, അവർക്ക് നിയമമാക്കി കൊടുക്കാൻ കൂറുകാരുണ്ടോ? ദീനിൽപ്പെടാത്ത കാര്യങ്ങൾ അള്ളാഹു അനുവദിക്കാത്തത് ദീനിൽപ്പെട്ടതായി പറഞ്ഞു കൊടുക്കാൻ അള്ളാഹുവിന് അവർക്ക് പങ്കുകാരുണ്ടോ? ഇതാരാന്നറിയോ? ഹും ലാ യത്തബിഊന മാ ശറഅ അല്ലാഹു ലക മിനദ്ദീനിൽ ഖവീം. അള്ളാഹു തങ്ങൾക്ക് നിയമമാക്കിയ ദീനില്ലേ നബിയെ, ആ ദീനിന്റെ നിയമം പിൻപറ്റാത്തവരാണിത്. അവര് പിന്നെന്താ പിൻപറ്റുന്നത്? മാ ശറഅലഹും ശയാത്തീനുഹും, അവരുടെ ശൈത്താന്മാർ, അവരുടെ നേതാക്കന്മാര് നിയമമാക്കി കൊടുക്കുന്നത്. ആ നേതാക്കന്മാര് മിനൽ ജിന്നി വൽ ഇൻസി, ജിന്നുകളിൽ നിന്നുമുണ്ട് മനുഷ്യരിൽ നിന്നുമുണ്ട്. അവര് നിയമമാക്കി കൊടുക്കുന്നത് അംഗീകരിക്കും, ആ നിയമത്തിൽ അങ്ങനെ ജീവിക്കും, ആ നിയമത്തിന്റെ കീഴിലായിട്ട് മുന്നോട്ട് പോകും. എന്തൊക്കെയാ നിയമം എന്നറിയോ? മിൻ തഹരീമി മാ ഹുരിമു അലൈഹിം, ഹറാമാക്കപ്പെട്ടത് അതാ ഹറാമാക്കിയത് അവര് ഹലാലാക്കും, ചില കാര്യങ്ങൾ അവര് ഹറാമാക്കി വെക്കും. അങ്ങനെ പഴയ കാലത്ത് നിശ്ചിത ഒട്ടകങ്ങളെ ഹറാമാക്കിയ ആളുകൾ ഉണ്ടായിരുന്നു. നിശ്ചിത ഒട്ടകങ്ങളെ ഹറാമാക്കിയത് അത് ദൈവങ്ങൾക്ക് വേണ്ടി ഹറാമാക്കിയതാണ്. അതാദ്യം തുടങ്ങിയത് അതേ അംർ ഇബ്നു ലുഹയ്യ് ഇബ്നു ഖംആ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അയാളെ ഞാൻ നരകത്തിൽ കണ്ടു. നരകത്തിലെ ആൾ അങ്ങനെ നടക്കുന്നത് കണ്ടു. നരകത്തിലെ അയാളുടെ വസ്ത്രവും അയാളുടെ താടിയെല്ലും പിടിച്ച് വലിച്ചങ്ങനെ നടക്കുന്നുണ്ട്. കാരണം ആദ്യമായിട്ട് നിശ്ചിത ഒട്ടകങ്ങളെ അതേ സ്വരമുകൾക്ക് വേണ്ടി, പ്രതിമകൾക്ക് വേണ്ടി നിർണയിക്കാനും ബലി കഴിക്കാനും അതിന്റെ പുറത്ത് പിന്നെ യാത്ര ചെയ്യാൻ പറ്റൂല എന്ന നിയമമൊക്കെ ഉണ്ടാക്കിയത് ആ മനുഷ്യനാണ്. അയാൾ തന്നെയാണ് ഖുറൈശികൾക്ക് ഇബാദത്തുൽ അസ്നാം, വിഗ്രഹാരാധന പഠിപ്പിച്ചത്. ആദ്യം പഠിപ്പിച്ച വ്യക്തി അയാളാണ്. ഖുസാഅത്ത് ഗോത്രത്തിലെ രാജാക്കന്മാരിൽപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം. അങ്ങനെയാണ് ആ മനുഷ്യന് ഉണ്ടായത്. ആ മനുഷ്യൻ നിയമമാക്കി കൊടുത്തത് സ്വീകരിക്കുകയും അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങുകയും ചെയ്യും. ഇന്നും നിങ്ങൾ നോക്ക്, ശവം തിന്നുന്ന മനുഷ്യന്മാരില്ലേ, രക്തം കുടിക്കുന്ന മനുഷ്യന്മാരില്ലേ, അല്ലാഹ് ഹറാമാക്കിയ പലതും ഹലാലാക്കുന്ന ആളുകളില്ലേ? സംസാരങ്ങളിലും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിലും പലതിലും ഉണ്ടിത്. അവരുടെ നേതാക്കൾ എന്താണോ പറയുന്നത് അതാണ് അവർക്ക് നിയമം. അള്ളാഹുവിന്റെ നിയമം അവർക്ക് ബാധകമല്ല. അങ്ങനെ ജീവിക്കുന്ന ആളുകളെ പറ്റിയാണ് അല്ലാഹു തആല പറഞ്ഞത്, ഇന്നല്ലാലിമീന ലഹും അദാബുൻ അലീം, അക്രമകാരികൾക്ക് വേദനിപ്പിക്കുന്ന ശിക്ഷയുണ്ട്. ഇത് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞു, അക്രമകാരികളെ നാളെ ആഖിറത്തിൽ കാണാം. പേടിച്ചിട്ട് അവരതാ ചുരുണ്ടുപോകുന്നു, നിലവിളിക്കുന്നു, കറുത്തുപോകുന്നു, കരിവാളിച്ചു പോകുന്നു. മിമ്മാ കസബൂ, ദുനിയാവിൽ ചെയ്തു കൂട്ടിയതിന്റെ പേരിൽ. എന്നാൽ ആ പേടിക്കുന്ന വിഷയം അവരിൽ വരുമോ? വരും. വഹുവ വാഖിഉം ബിഹിം, അവര് പേടിയോടുകൂടെ കാണുന്ന സംഗതി അതവരിൽ വരാനുള്ളതാണ്. മുന്നിൽ കാണുന്ന നരകം പോയി കിടക്കാനുള്ളതാണ്. അവർക്ക് ബോധ്യപ്പെടും, ഒരു സംശയവും അതിലില്ല. അതേ സമയത്ത് വിശ്വാസികൾ ഇവിടെ പേടിയോടുകൂടെ ജീവിച്ചവരാണ്, അവിടെ സന്തോഷത്തിലാണ്, ഇവിടെ ഉല്ലസിച്ച് കിട്ടുന്ന തരത്തിലൊക്കെ മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയിട്ട് നല്ലവണ്ണം കൂത്താടിയിട്ട് ജീവിക്കുന്ന ആളുകളില്ലേ? ആഖിറത്തിലെത്തുമ്പോ അവര് പേടിയിലാണ്. ഫൽ ആമിനൂന ഫിദ്ദുനിയാ, ദുനിയാവിൽ സുരക്ഷിതരായി ഹൈ ലെവലിൽ ജീവിച്ച് എന്തും തോന്നുന്നതൊക്കെ ചെയ്തവര്. മുഷ്ഫിഖൂന ഫിൽ ആഖിറ, ആഖിറത്തിൽ അവര് ഭയപ്പാടിലാണ്, പേടിയിലാണ്. വൽ മുഷ്ഫിഖൂന ഫിദ്ദുനിയാ, ദുനിയാവിൽ നിയമങ്ങളൊക്കെ പാലിച്ച് പരിധി വിട്ടുപോകാതെ പേടിച്ച് ജീവിച്ചവര്. ആമിനൂന ഫിൽ ആഖിറ, ആഖിറത്തിൽ അവര് നിർഭയരാണ്, സുരക്ഷിതരാണ്. വിശ്വാസികൾക്ക് അല്ലാഹു സ്വർഗത്തിലെ ഉദ്യാനങ്ങളല്ലേ കൊടുക്കുന്നത്. അവിടെ ഉദ്ദേശിച്ച ഭക്ഷണം, ഉദ്ദേശിച്ച പാനീയം,
ഉദ്ദേശിച്ച വസ്ത്രം, ഉദ്ദേശിച്ച പാർപ്പിടം, ഉദ്ദേശിച്ച കാഴ്ചകൾ, ഉദ്ദേശിച്ച വിവാഹങ്ങൾ, ഉദ്ദേശിച്ച സുഖങ്ങൾ. മലാ ഐനും റഅത് വലാ ഉദുനും സമീഅത് വലാ ഖത്റ അലാ ഖൽബി ബശർ. ഒരു മനുഷ്യനും പ്ലാൻ വരക്കാൻ കഴിയാത്ത മന്ദിരങ്ങൾ. ദുനിയാവിലുള്ള പ്ലാനിങ്ങുകളൊക്കെ ആഖിറത്തിലെത്തുമ്പോ നിസ്സാരമായി തോന്നും. ദുനിയാവിൽ കാണുന്ന പാനീയങ്ങൾ ആഖിറത്തിലേത് കാണുമ്പോ ദുനിയാവിൽ കുടിച്ചതിനൊന്നും യാതൊരു വിലയും കാണൂല. അത്രയും സൗന്ദര്യവും ടേസ്റ്റും ഉള്ളത് അല്ലാഹു കൊടുക്കും. എന്നിട്ട് അവിടെ ഒരു ഹദീസ് കൊണ്ടുവരാം. സ്വർഗത്തിൽ നിന്ന് പാനീയം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മുകളിൽ ഒരു മേഘം ഇങ്ങനെ വന്നു. മേലൊരു മേഘം വന്ന് തണല് വിരിച്ചപ്പോ എന്താണ് വേണ്ടത് എന്ന് മേഘം ചോദിക്കുന്നു. എന്താണ് നിങ്ങൾക്ക് പെയ്യിപ്പിക്കേണ്ടത്? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് പെയ്യിപ്പിച്ചു ഈ മേഘത്തിൽ നിന്ന്. ആഖിറത്തില് നരകത്തിലും മേഘം വരും. നരകത്തില് മേഘം വരുമ്പോ നരകത്തിലെ ആളുകൾ ഇങ്ങനെ സന്തോഷിക്കും. ഓ, എപ്പോഴെങ്കിലും ഒരിറ്റ് നല്ല വെള്ളം കിട്ടും. പക്ഷേ ആ മേഘത്തിൽ നിന്ന് വരുന്നത് എന്താണെന്നറിയോ? വിഷപ്പാമ്പുകളാണ്. കുത്തി വലിക്കാനുള്ള പാമ്പുകൾ. അതേ, തീയിൽ കരിഞ്ഞു പോകാത്ത പാമ്പുകൾ. പിന്നെയും മേഘം വരും. അവർ സന്തോഷിക്കും, ഇപ്പോഴെങ്കിലും ഒരു തുള്ളി മഴ കിട്ടുമെന്ന്. കാരണം ഈ ചീഞ്ചലത്തിൽ നിന്നൊരു മാറ്റം കിട്ടിയാലൊന്ന് കുടിക്കാലോ. പിന്നെ വരുന്ന അതിനേക്കാൾ ഗൗരവമുള്ള ചുട്ടുപൊള്ളുന്ന തരത്തിലുള്ള ജലമാണ്. ചീഞ്ചലം തന്നെയാണ് മുകളിൽ നിന്ന് വർഷിക്കുന്നത്. ഒരിക്കലും ഒരു രക്ഷയില്ലാത്ത സമയം. സ്വർഗക്കാരോട് ചോദിക്കുന്നു, മാ ഉംതിറുക്കും, എന്ത് നിങ്ങൾക്ക് ഞാൻ വർഷിപ്പിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സഹാബത്ത് രേഖപ്പെടുത്തുന്നു, ഫമാ യദ്ഉ ദാഇം മിനൽ ഖൗമി ബിശൈഇൻ ഇല്ലാ അംതറതുഹും. ഓരോരുത്തരും എന്താണോ ആവശ്യപ്പെടുന്നത് മേഘം അത് വർഷിപ്പിച്ചു കൊടുക്കും. കൂട്ടത്തിൽ ചിലര് പറയും, അംതിരീനാ കവാഇബ അത്റാബാ, ഞങ്ങൾക്ക് കുറച്ച് സമപ്രായക്കാരായ തരുണീ മണികൾ ഇങ്ങ് പോന്നോട്ടെ എന്ന് പറയും. മേഘത്തിൽ അതും മേഘം വർഷിപ്പിക്കും. ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം. എന്താണോ റബ്ബിന്റെ അടുക്കൽ അവർ ഉദ്ദേശിക്കുന്നത് അല്ലാഹു തആല അവർക്ക് കൊടുക്കും. ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ. ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട റസീൻ ഇബ്നു ഹസീൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹുവിന്റെ ശിഷ്യനാണ് റസീൻ. പേര് കിട്ടാത്തവർ പേര് നല്ല പേരാ റസീൻ. ഈ പേരും ചോദിച്ചു വിളിക്കാൻ നിൽക്കണ്ട. റസീൻ ഇബ്നു ഹസീൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഖുർആൻ ഓതി കൊടുത്തു അലി റളിയല്ലാഹു അൻഹു മിൻ അവ്വലിഹി ഇലാ ആഖിരി, തുടക്കം മുതൽ ഒടുക്കം വരെ ഓതിയിട്ട് ഞാൻ ഹമീം ഐൻ സീൻ ഖാഫ് ഈ സൂറത്തെത്തിയിട്ട് ഈ സൂറത്തിലെ 22ാമത്തെ ആയത്ത് ഇതാണ് ആയത്ത്. വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ഫീ റൗളാത്തിൽ ജന്നാത്ത്. വിശ്വാസികൾ സുഹൃതങ്ങൾ ചെയ്തവർ സ്വർഗത്തിലെ ഉദ്യാനങ്ങളിലാണ്. അള്ളാഹു കൊടുക്കുന്ന വലിയ ഔദാര്യമാണ്. അക്രമകാരികളോ അവർ പേടിക്കുന്നത് നിങ്ങൾക്ക് ശരിക്ക് കാണാൻ പറ്റും. ദുനിയാവിലൊരു പേടി അവർക്ക് ഉണ്ടായിരുന്നില്ല. അവർ ചെയ്തു വെച്ചതിന്റെ പേര് വല്ലാതെ പേടിക്കും. ഈ ആയത്ത് ഞാനങ്ങ് ഓതിക്കൊടുത്തപ്പോ മഹാനവറുകൾ കരഞ്ഞിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇഖ്ബാതൽ മുഖ്ബിതീന വഇഖ്ലാസൽ മൂഖിനീന വമുറാഫഖത്തൽ അബ്റാർ. അലി റളിയല്ലാഹു അൻഹു ദുആർക്കാണ്, അല്ലാഹുവേ വിനയാന്വിതന്മാരുടെ വിനയം എനിക്ക് വേണം. ഇന്നി അസ്അലുക ഇഖ്ബാതൽ മുഖ്ബിതീൻ, വിനയം ചെയ്യുന്നവരുടെ വിനയം നിന്നോട് ഞാൻ ചോദിക്കുന്നു. വഇഖ്ലാസൽ മൂഖിനീൻ, ദൃഢവിശ്വാസികളുടെ ആത്മാർത്ഥത ചോദിക്കുന്നു. വമുറാഫഖത്തൽ അബ്റാർ, മഹത്തുക്കളോടൊപ്പമുള്ള ചെങ്ങാത്തം അത് സ്വർഗത്തിൽ എനിക്ക് വേണം. വസ്തിഹഖാഖ ഹഖായിഖിൽ ഈമാൻ, ഉറച്ച വിശ്വാസം എനിക്ക് നീ തരണം. വൽ ഗനീമത മിൻ കുല്ലി ബിദ്ദിൻ, എല്ലാ ഗുണം ചെയ്യുന്നവരിൽ നിന്നും എനിക്ക് നീ ഗനീമത്ത് വേണം, മുതലെടുപ്പ് വേണം, സന്തോഷം വേണം. എല്ലാ നന്മകളാലുമുള്ള സമ്പത്ത് എനിക്ക് നീ തരണം. വസ്സലാമത മിൻ കുല്ലി ഇസ്മിൻ, എല്ലാ കുറ്റകൃത്യങ്ങളിൽ നിന്നും രക്ഷ ചോദിക്കുന്നു. വറജൗതു റഹ്മതക വൽ ഫൗസ ബിൽ ജന്നതി വൻ നജാത മിനൻ നാർ, നിന്റെ റഹ്മത്ത് ഞാൻ ആഗ്രഹിക്കുന്നു, സ്വർഗം കൊണ്ടുള്ള വിജയവും ഞാൻ ആഗ്രഹിക്കുന്നു, നരകത്തിൽ നിന്ന് രക്ഷയും ചോദിക്കുന്നു. ഈ ദുആന്നിട്ട് പറഞ്ഞു, യാ റസീൻ ഇദാ ഖതംത, നീ ഖുർആൻ ഖത്മു തീർത്താൽ ഫദ്ഉ ബിഹാദിഹി, ഇവകളെ കൊണ്ട് നീ ദ്വാർക്കണം.
ഞാനത് വെറുതെ ദ്വാരുന്നതല്ല. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ അമറനി അൻ അദുവ ബിഹിന്ന ഇൻദ ഖത്മിൽ ഖുർആൻ. ഖുർആൻ ഖത്മ് തീർക്കുമ്പോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ദ്വാരക്കാൻ അല്ലാഹുവിന്റെ റസൂൽ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ദുആ ചെയ്യുന്നത്. ഈ ഒരു ആയത്തെത്തിയപ്പോൾ അലി റളിയല്ലാഹു അൻഹു ആഖിറം ആലോചിച്ച്, ആഖിറത്തിലെ രണ്ട് രംഗങ്ങൾ, സ്വർഗത്തിലെ അവസ്ഥ അല്ലാഹു പറഞ്ഞു, അതുപോലെ തന്നെ അക്രമകാരികളുടെ പേടിയും പറഞ്ഞു. അതാലോചിച്ച് കരയുന്നു. ആഗ്രഹം, താല്പര്യം വേണം, അതിനുവേണ്ടി പരിശ്രമവും വേണം. ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മക്കയിലെത്തിയപ്പോ ഭൂമിയിലൂടെ ഊരയും കുത്തി നിരങ്ങി നടക്കുന്ന ഒരാളെ ഞാൻ കണ്ടു. ഭൂമിയിലൂടെ എങ്ങനെ അയാൾക്ക് ശരിക്കും നടക്കാൻ കഴിയില്ല. അയാളെ ഈ പിൻഭാഗം ഭൂമിയിലേക്കാക്കിയിട്ട് നിരങ്ങി ഇങ്ങനെ നടക്കും. അയാളങ്ങനെ പ്രയാസപ്പെട്ട് നടക്കുന്നുണ്ടപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ വരുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ സമർക്കന്ത്, ഞാൻ അടുത്തുനിന്നുണ്ട്, സമർക്കന്ത് എന്നാ വരും, കുറെ ദൂരത്തുനിന്നാണ്. അപ്പൊ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ട് എത്രയായി? കുറെ വർഷങ്ങൾ അയാൾ എണ്ണി. ഈ വരവ് എന്ന് പറഞ്ഞാൽ ഈ നിരങ്ങി ചന്തിയും കുത്തി നിരങ്ങിയുള്ള ഈ വരവ് 10 വർഷത്തോളമായി എന്ന് അദ്ദേഹം പറഞ്ഞു. തസീദ് അലൽ അഷ്റ എന്നാണ് ഷഖീഖുൽ ബൽഖി തങ്ങൾ പറഞ്ഞത്. ഞാൻ എന്റെ കണ്ണൊന്ന് ഉയർത്തിയിട്ട് അയാളൊന്ന് നോക്കി, പടച്ചോനെ, മക്കയിലേക്ക് സമർഖന്ദിൽ നിന്ന് പുറപ്പെട്ട് ഇത്രയും വർഷങ്ങൾ ഇങ്ങനെ വന്നൊരു മനുഷ്യനോ? അതേ സമയത്ത് ഇവിടെ അധ്വാനിക്കുന്ന കുറെ ആൾക്കാരുണ്ട് നടന്നിട്ട്. ഇമാമിങ്ങൾ പറയുന്നുണ്ട്, ഇവിടുത്തെ അധ്വാനവും വെറുതെ ആഖിറത്തിലെത്തിയാൽ അവിടുത്തെ ശിക്ഷവും വാങ്ങേണ്ടി വരും. വിശ്വാസമില്ലാത്തതിന്റെ പേര് കുറെ നടന്ന് വിയർപ്പ് കൂട്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അത് അവരുടെ ഒരു ആത്മീയമായ പുരോഗതിക്ക് വേണ്ടിയാണ് നടക്കുന്നത്. പക്ഷെ ആ നടക്കുന്നതുകൊണ്ട് ഇവിടെ ശരീരത്തിന് പക്ഷെ ആരോഗ്യം കിട്ടിയെന്ന് വരും, കുറെ ക്ഷീണം അനുഭവിക്കണം, എന്നാ വല്ല കൂലിയും കിട്ടും ആഖിറത്തിലെത്തി. അതുമില്ല. ആമിലത്തുൻ നാസിബ എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, ക്ഷീണവും സഹിക്കുന്നുണ്ട്. തസ്ലാ നാറൻ ഹാമിയ, അവിടെ പോയി കടക്കാനുള്ളത് ചൂടുള്ള നരകത്തിലാണ്. ഈ മനുഷ്യനോട് ഞാൻ ചോദിച്ചപ്പോ 10 കൊല്ലമായി ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു നോക്കുമ്പോ അദ്ദേഹം എന്നെ വിളിച്ചു, യാ ഷഖീഖ് മാലക തൻദുറു ഇലയ്യ. ഞാൻ എന്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല. അല്ല ഷഖീഖ്, എന്താ നിങ്ങൾ നോക്കുന്നത്, അത്ഭുതപ്പെട്ടുകൊണ്ട് നോക്കുന്നത് എന്താ? ഞാൻ പറഞ്ഞു, മിൻ ളുഫി മഹ്ജതിക വബൂദി സഫറതിക. നിങ്ങളെ ലക്ഷ്യം വളരെ ചെറുതാണ്, പക്ഷേ ദീർഘദൂരത്തുനിന്നാണല്ലോ യാത്ര വരുന്നത്. മക്ക കാണാൻ, കഅബ കാണാനല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് വരുന്നത്. അപ്പോൾ പറഞ്ഞു, ഷഖീഖേ, ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ യാത്ര ദൂരത്തുനിന്നാകുന്നത് എനിക്ക് പ്രശ്നമില്ല. ഫശ്ശൗഖു യുഖർരിബുഹാ. കഅബയോടുള്ള എന്റെ അനുരാഗം എന്റെ യാത്ര എനിക്ക് അടുപ്പിച്ചടുപ്പിച്ച് എളുപ്പമാക്കി തരുന്നു. അതേ സമയത്ത് എന്റെ ശരീരം ദുർബലമാണ്, ഞാൻ പ്രയാസപ്പെട്ടാണ് പോകുന്നത്. ഈ ശരീരത്തിന്റെ മൗലയുണ്ട്, യജമാനനായ റബ്ബല്ലേ എന്നെ ചുമന്നിങ്ങനെ കൊണ്ടുപോരുന്നത്. നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ? അത്തഅജബു മിൻ അബ്ദിൻ ളഈഫിൻ യഹ്മിലുഹുൽ മൗലൽ ലതീഫ്. കനിവുള്ളവനായ യജമാനനായ റബ്ബ് സാധുവായ ഒരു അടിമയെ മക്കയിലേക്ക് ഇങ്ങനെ ചുമന്നു കൊണ്ടുവരുന്നത് കണ്ടിട്ട് അത്ഭുതം തോന്നുന്നുണ്ടോ? അല്ലാഹു തന്ന ഔദാര്യത്തിന് ഞാനീ ചെയ്തത് ചെറുതല്ലേ ഷഖീഖേ? എന്റെ നാട്ടിൽ നിന്ന് 10 വർഷത്തോളമായി മക്കയിലേക്ക് ഞാൻ ഈ നടത്തുന്ന യാത്ര അല്ലാഹു എനിക്ക് തന്ന ഔദാര്യത്തിലേക്ക് ചേർത്തി നോക്കുമ്പോ എത്ര ചെറുതാണ്. അല്ലാഹു എത്ര വലിയ ലത്തീഫാണ്. അങ്ങനെ കണക്കാക്കി മനസ്സിലാക്കി ആഖിറത്തിലേക്കുള്ള അമല് വർദ്ധിപ്പിച്ച് ആഖിറത്തിന്റെ കൃഷിയിൽ വർധനവ് ലഭിക്കുന്നവരാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മജ്ലിസ് അല്ലാഹു ഖബൂലാക്കി തരട്ടെ.